89.6 FM സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളരാളാണ്. ഇന്നത്തെ ഇമ്മിണി വെള്ളരാള് ഇരട്ടി മധുരം നിറഞ്ഞ ഒരു ഇമ്മിണി വെള്ളരാളാണ്. കാരണം നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റാണ്. നമ്മുടെ ഗസ്റ്റിൻ്റെ പേര് ദിവ്യ ആൻഡ് മാത്യു. വെറും ദിവ്യ അല്ല, ദിവ്യ ആൻഡ് മാത്യു IIS ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ ട്രെയിനി ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. അതെങ്ങനെ ഇരട്ടി മധുരമാകുവാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ 2023 സിവിൽ സർവീസ് ബാച്ചിൽ ക്രാക്ക് ചെയ്യുന്നു, IIS ട്രെയിനിയായി മാറുന്നു. ആൻഡ് നമ്മുടെ ഹെഡ് ഓഫീസ് ആയിട്ടുള്ള സർഗക്ഷേത്രയിലെ പ്രൊഫഷണൽ ഫോറത്തിലെ മാത്യു ജോസഫ് ആൻഡ് അനിത മാത്യുവിൻ്റെ മകളാണ് ദിവ്യ ആൻഡ് മാത്യു. ആൻഡ് ആ ഒരു സന്തോഷം നമ്മളിവിടെ ആഘോഷമാക്കുകയാണ്. ആൻഡ് ഈ ഒരു IIS ആവുക, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൽ നമുക്ക് ജോലി കിട്ടുക, എക്സാം ക്രാക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് ഒരുപാട് പേര് ഇപ്പോഴും ഫോളോ ചെയ്യുന്നതാണ്, ഒരുപാട് പേര് ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. സോ ദിവ്യയുടെ ആ ഒരു ജീവിത യാത്രകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയണം. ദിവ്യ എങ്ങനെയാണ് ആ എക്സാമിനെ ക്രാക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനെ ഫേസ് ചെയ്തത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഞങ്ങൾ റെഡിയാണ്. പറയാനായിട്ട് ദിവ്യ റെഡിയല്ലേ? അതെ അതെ, ഞാൻ റെഡിയാണ്. സോ ദിവ്യ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു സോ മച്ച്. യെസ്, അപ്പം ഇമ്മിണി വെള്ളിരാളിൽ IIS ദിവ്യ ഇവിടെ ഉണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ചോദിക്കാനുള്ളത്, എല്ലാവർക്കും സംശയം വരാൻ സാധ്യതയുള്ളത്, നമ്മൾ IAS, IFS, IRS ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പം IIS ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്, അതിൻ്റെ ജോബ് എന്താണ് സംഭവം എന്നുള്ളതൊന്നും വിശദീകരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഇമ്മിണി വെള്ളിരാൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് ഓഫ് ഓൾ സർഗക്ഷേത്ര റേഡിയോയിൽ വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് സർഗക്ഷേത്ര റേഡിയോയുടെ ഒരുപാട് ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരുപാട് അറിയുന്നുണ്ടായിരുന്നു, പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരാൻ സാധിച്ചത്. അതിലൊരുപാട് സന്തോഷം. അപ്പം പറഞ്ഞതുപോലെ തന്നെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒത്തിരി ഫെമിലിയർ ആയിട്ടുള്ള സർവീസ് അല്ല. പക്ഷേ സിവിൽ സർവീസ് പരീക്ഷയിൽ നമ്മൾ 21 സർവീസുകൾക്കും കൂടി നമ്മൾ ഒരു പരീക്ഷയാണ് എഴുതുന്നത്. അതിൽ നമ്മുടെ പ്രിഫറൻസും പിന്നെ നമ്മുടെ റാങ്ക് ഒക്കെ ബേസിസിലാണ് നമുക്ക് സർവീസ് അലൊക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൻ്റെ ഒരു പ്രൊഫൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കീഴിലാണ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിൻ്റെ ജോലികളൊക്കെ വരുന്നത്. അപ്പോൾ അതിൽ മെയിൻലി ബേസിക്കലി വരുന്നത് ഗവൺമെൻറ്റിൻ്റെ മീഡിയ യൂണിറ്റ്സുകളുണ്ട്. അതായത് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ഓൾ ഇന്ത്യ റേഡിയോ, ദൂരദർശൻ ന്യൂസ് ചാനൽ, പിന്നെ ഫിലിംസ് ഡിവിഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഫിലിം സർട്ടിഫിക്കേഷൻ ബോർഡ്, പിന്നെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെ, അതുപോലെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പലതുണ്ട്. പിന്നെ ഫിലിം ഡിവിഷനിൽ ഡയറക്ടറേറ്റ് ഓഫ് ഫിലിം ഫെസ്റ്റിവൽസ് ഉണ്ട്, ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് ഗോവ. പിന്നെ അങ്ങനെ പല പല ആക്ടിവിറ്റീസ്, നമ്മുടെ നാഷണൽ മ്യൂസിയങ്ങൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇവിടേക്കാണ് ഇൻഫർമേഷൻ സർവീസ് ഓഫീസേഴ്സ് പോസ്റ്റഡ് ആവുന്നത്. കൂടാതെ മിനിസ്ട്രികളിൽ, നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിലുള്ള മിനിസ്ട്രികളിലും ഓഫീസേഴ്സ് പോസ്റ്റഡ് ആണ്. പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ, മിനിസ്റ്റേഴ്സിൻ്റെ ഓഫീസിലൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ, അവരുടെ ഭാഗത്ത് നിന്ന് ജനങ്ങളിലേക്ക് പോകുന്ന കമ്മ്യൂണിക്കേഷനൊക്കെ മാനേജ് ചെയ്യുന്നത് ഇൻഫർമേഷൻ സർവീസസ് ഓഫീസേഴ്സാണ്. അങ്ങനെ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള, വളരെ വെറൈറ്റി ഒക്കെയുള്ള ഒരു സർവീസാണ് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ കാണുന്ന, കേൾക്കുന്ന, നമ്മുടെ കൈവിരലിൽ വരുന്ന മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ളതിൻ്റെയൊക്കെ തലപ്പൻ ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടീമിനെയാണ് നമ്മൾ അറിയാനായിട്ട് പോകുന്നത്. പക്ഷെ അതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് ഒരുപാട് കടമ്പകൾ കടന്നിട്ടാണ്. ആ ഒരു വഴിയാണ് നമ്മൾ ഇന്ന് ഇമ്മിണി വെള്ളിരാളിൽ നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. എസ്പെഷ്യലി എടുത്ത് പറയുന്നത്, ഇപ്പം ദിവ്യയുടെ ഏജ് പറയുന്നതിൽ 25 അല്ലേ? 25 എന്നുള്ള ഒരു ഏജിൽ ഈ ഒരു പൊസിഷനിൽ എത്തുക എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് ഒരു ഇൻസ്പിറേഷൻ ആണ്. അപ്പം ആ ഒരു വഴിയിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് എങ്ങനെ എത്തി എന്നുള്ളത് നമുക്കറിയണം. അത് ഒരുപാട് കുട്ടികൾ ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്നവരായിക്കോട്ടെ, മാതാപിതാക്കളായിക്കോട്ടെ, ആ ഒരു സമപ്രായക്കാരായിക്കോട്ടെ, എല്ലാവരോടും ഇതൊരു ഇൻസ്പിറേഷൻ സ്റ്റോറി ആയിട്ട് നമ്മൾ എത്തിക്കുന്നു നമ്മുടെ സ്വന്തം ഇമ്മിണി വെള്ളിരാളിലൂടെ. സോ കേൾക്കാം സർഗക്ഷേത്ര 89.6 FM കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളിരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദിവ്യ ആൻഡ് മാത്യു, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസ് ട്രെയിനി. അപ്പം ദിവ്യ, IIS എന്താണ് എന്നുള്ളത് ഞങ്ങളോട് ദിവ്യ പറഞ്ഞു. ഇനി ദിവ്യയ്ക്ക് ഓക്കെ സിവിൽ സർവീസ് എക്സാം എഴുതാം എന്നുള്ള ഒരു കൺഫർമേഷൻ ദിവ്യയോട് തന്നെ ദിവ്യ കൊടുത്തത് എപ്പോഴായിരുന്നു? എങ്ങനെയാണ് ഇതിലേക്ക് പോവാമെന്നുള്ള ഒരു ചിന്ത വന്നത്? അതൊന്ന് പറയാവോ?
സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഏത് ജോലി ചെയ്യണം, എന്ത് ജോബ് വേണം എന്നൊക്കെ ഉള്ളത് കൺഫ്യൂഷൻ തന്നെയായിരുന്നു എനിക്കും. പക്ഷെ എന്നാലും സ്കൂൾ ടൈമിൽ തൊട്ട് ഞാൻ പഠിച്ചിരുന്ന കാലത്തെല്ലാം ഞാൻ ക്രിസ്തുജ്യോതി ചെത്തിപ്പുഴയിലാണ് ഞാൻ മെയിൻലി എൻ്റെ സ്കൂൾ ടൈം. അപ്പോൾ അവിടെ ഞാൻ പഠിച്ചപ്പോഴത്തേക്കും ഞാൻ പഠിക്കാൻ നല്ലപോലെ പഠിക്കുന്ന ആളായിരുന്നു. ക്ലാസ്സിലെല്ലാം ടോപ്പറായിരുന്നു, എല്ലാ ക്ലാസ്സിലും ഫസ്റ്റ് ആയിരുന്നു. അതുപോലെ തന്നെ എനിക്ക് കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ഒരുപാട് താല്പര്യമായിരുന്നു. എസ്പെഷ്യലി സ്പീച്ച്, ഡിബേറ്റുകൾ, എക്സ്റ്റംപർ, റെസിറ്റേഷൻസ്, അങ്ങനത്തെ കോമ്പറ്റീഷൻസിലൊക്കെ സ്റ്റേറ്റ് ലെവലിലൊക്കെ വിന്നറായിരുന്നു കലോത്സവങ്ങളിൽ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും ഒരുപാട് എനിക്ക് തന്നെ മനസ്സിലായി എനിക്ക് ഒരുപാട് ടൈം മാനേജ്മെൻറ്റും അങ്ങനത്തെ ക്വാളിറ്റീസ്, ഡിസിപ്ലിനും ഒക്കെ ഉണ്ട്. അപ്പോൾ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തന്നെ ചലഞ്ചിങ് ആയിട്ട് തോന്നുന്ന നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു ടാസ്ക് എടുക്കുന്നതായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി സിവിൽ സർവീസ് എന്ന് പറയുന്നത് പലരും ഇമ്പോസിബിൾ എന്ന് കരുതുന്ന ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അതിലൂടെ ഇത്രയും കഴിവുകളും ഡെഡിക്കേഷനും ഉള്ള ഒരാൾക്ക് സൊസൈറ്റിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണെന്നും എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ എനിക്ക് തന്നെ ഒരു ടാസ്ക് ആയിട്ടും അതുപോലെ എൻ്റെ കഴിവുകളുടെ ഒരു മികച്ച ഒരു വേദിയായിട്ടും സിവിൽ സർവീസിലേക്ക് തന്നെ പോകാം എന്ന് ഞാൻ തീരുമാനമെടുത്തു. അപ്പോൾ ഒരു 10th പഠിക്കുമ്പോഴത്തേക്കും ഞാൻ ഓൾറെഡി കൺവിൻസ്ഡ് ആയിരുന്നു സിവിൽ സർവീസിലേക്ക് തന്നെ വരണമെന്ന്. അപ്പം അതിനായിട്ട് പത്രം വായിക്കാനും ഡെയിലി എല്ലാ ദിവസവും പത്രം വായിക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി. അപ്പോൾ എൻ്റെ ഫാമിലി ഈക്വലി സപ്പോർട്ടായിരുന്നു. ഞാൻ ഏത് ഡിസിഷൻ എടുത്താലും 100% എൻ്റെ ഡിസിഷനോട് ചേർന്ന് പോകുന്ന ഒരു വ്യൂ ആയിരുന്നു അവർക്ക്. അപ്പം ന്യൂസ് പേപ്പർ വാങ്ങിച്ചു തരുന്നത് തൊട്ട് ഉള്ള എല്ലാ കാര്യങ്ങളും അവർ ഈക്വലി സപ്പോർട്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ആ ജേർണി തുടങ്ങി. പിന്നീട് +1 +2 കാലഘട്ടത്തിൽ സെൻറ്റ് തെരേസസ് വാഴപ്പള്ളിയിലാണ് പഠിച്ചപ്പോൾ അവിടെയാണെങ്കിലും ഞാൻ ഫൗണ്ടേഷൻ കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു വീക്കെൻഡ്സിൽ സ്റ്റേറ്റ് സിവിൽ സർവീസ് അക്കാഡമിയിൽ. അങ്ങനെ അവിടെ നിന്ന് പോയി പിന്നെ ഡിഗ്രിക്കാണെങ്കിലും ഞാൻ ചെന്നൈയിലാണ് പഠിച്ചത്, സ്റ്റെല്ല മാരിസ് കോളേജിലാണ്. അപ്പം അവിടെയും ഞാൻ വീക്കെൻഡ്സിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫുള്ളി സിവിൽ സർവീസിന് വേണ്ടി ഉള്ളൊരു ഫൗണ്ടേഷൻ സ്കൂൾ ടൈമിലും കോളേജിലും ഉണ്ടായിരുന്നു. ഈ എക്സാം ക്രാക്ക് ചെയ്ത് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിൽ എത്തിയതിനു ശേഷം പാരന്റ്സ് എന്താണ് പറഞ്ഞാദ്യം, ലൈക്ക് എന്താണ് അവരാദ്യം പറഞ്ഞ എന്തായിരുന്നു? അവർ ശരിക്കും അവരൊന്നും പറയാനല്ല, അവർക്ക് പറയാനേ പറ്റുന്നില്ലായിരുന്നു. വളരെ സന്തോഷ നിർവൃതി ഉള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചതിലും കൂടുതൽ അവരായിരുന്നു. അതായത് എൻ്റെ പേരൻസും എൻ്റെ സിബ്ലിങ്സും, എനിക്കൊരു ചേച്ചിയും അനിയനാണുള്ളത്. അപ്പോൾ അവരും എന്താ പറയുക, എന്നെക്കാട്ടിലും കൂടുതൽ എന്നിൽ വിശ്വാസം അവർക്കായിരുന്നു. കാരണം നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ള സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഒരു ഇമോഷണൽ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അത് നമുക്ക് നമ്മുടെ കൂടെ ഉള്ളതുപോലെ തന്നെ, നമുക്കുള്ളിലുള്ളതുപോലെ തന്നെ നമ്മുടെ ചുറ്റുപാടുന്ന ആ ഒരു കോൺഫിഡൻസും മോട്ടിവേഷനും നമുക്ക് കിട്ടണം. അപ്പം ഏത് ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലാണെങ്കിലും എന്നിൽ വിശ്വാസം അർപ്പിച്ചെൻ്റെ കൂടെ നിന്നത് അവരാണ്. അപ്പം അതുകൊണ്ട് അവരുടെ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു അവരുടെയും ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചതിൻ്റെ ഒരു ഹാപ്പിനെസ് അവരുടെ മുഖത്തും ഉണ്ടായിരുന്നു ആ ഒരു സമയത്ത്. ഓക്കെ, അപ്പോൾ എന്തായാലും നാട് അഭിമാനിക്കുന്നു, ഫാമിലി അഭിമാനിക്കുന്നു, സർഗക്ഷേത്ര ഫാമിലി അഭിമാനിക്കുന്നു ദിവ്യ ആൻഡ് മാത്യുവിനെ കുറിച്ച്. അപ്പോൾ എന്തായാലും അതിന് കാരണം എന്താണ്? ദിവ്യ അപ്പം ഒരുപാട് സ്ട്രഗിൾസ് എടുത്തു എന്ന് പറഞ്ഞു, ഒരുപാട് ഇമോഷണൽ സപ്പോർട്ട് വേണ്ട ഒരു ടൈം ആയിരുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? കാരണം എന്തൊക്കെ കടമ്പകളിലൂടെയാണ് കടന്നു പോയത് എന്നുള്ളത് നമുക്കറിയണം. സിവിൽ സർവീസ് എക്സാം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് പേരുടെ ആഗ്രഹമാണ്. പക്ഷെ അവർക്കറിയാം ഇറ്റ്സ് നോട്ട് ആൻ ഈസി തിങ് അല്ലേ, കുറച്ചധികം നമ്മൾ കഷ്ടപ്പെടേണ്ടി വരും. അത് ടൈം മാനേജ്മെൻറ്റ്. അപ്പം ദിവ്യ 10th മുതലേ ഇതിൻ്റെ ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു. അപ്പം ആ ഒരു സമയം മുതൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിന് വേണ്ടി ദിവ്യ ചെയ്തത് തുടങ്ങിയത് നമുക്ക് അറിയണം. അപ്പം എന്തായാലും അത് കേട്ടറിയാം. ഇമ്മിണി വെല്ലൊരാളിലൂടെ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദിവ്യ ആൻഡ് മാത്യു, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസ് ട്രെയിനി ഓൺ സർഗക്ഷേത്ര 89.6 FM. 89.6 FM സർഗക്ഷേത്ര. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ദിവ്യ ആൻഡ് മാത്യു ഓൺ ഇമ്മിണി വെല്ലൊരാൾ. കൂടെയുള്ളത് ജോ ആണ്. ദിവ്യ, നമ്മളിങ്ങനെ ദിവ്യയുടെ ആ ഒരു ലൈഫിനെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നിന്നുകൊണ്ട് നമ്മളൊന്ന് പിന്നോട്ടൊന്ന് തിരിഞ്ഞു നോക്കുവാണ്. അപ്പം തിരിഞ്ഞു നോട്ടത്തിനിടയിൽ ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ദിവ്യയുടെ ആ സമയങ്ങളാണ്. അതായത് 10th ഇത് നമ്മൾ കൺഫേം ചെയ്യുന്നു, ഓക്കെ ഇതാണ് എനിക്ക് വേണ്ടതെന്ന് കൺഫേം ചെയ്യുന്നു. അതിനുശേഷം ദിവ്യയുടെ ഓരോ ദിവസങ്ങളും എങ്ങനെയാണ് ദിവ്യ തന്നെ മാനേജ് ചെയ്തത്? അപ്പം എക്സാമിൻ്റെ സമയം നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് 8 മുതൽ 10 മണിക്കൂർ വരെ പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്തായാലും ദിവ്യയുടെ ആ ടൈമിലെ ഡെയിലി ഷെഡ്യൂൾ എങ്ങനെയായിരുന്നു? ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ 10th ഡിസൈഡ് ചെയ്യുന്നു സിവിൽ സർവീസിന് വേണ്ടി പഠിക്കണമെന്നുള്ള. അപ്പം തൊട്ട് ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊരു ടൈം ഷെഡ്യൂളൊക്കെ ഫിക്സ് ചെയ്ത്, അന്ന് എനിക്ക് തോന്നുന്നു ഞാൻ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേൽക്കുമായിരുന്നു. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. എന്നാലും രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്ത് അന്ന് പറ്റുന്ന പോലെ പള്ളിയിൽ കുർബാനയ്ക്കൊക്കെ പോകുമായിരുന്നു എല്ലാ ദിവസവും.
അപ്പോൾ എൻ്റെ പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഒരുപാട് സിവിൽ സർവീസിന് വേണ്ടി പഠിക്കുക എന്നുള്ളതല്ലായിരുന്നു. സ്കൂൾ ടൈമിൽ പത്രം വായിക്കുക, പക്ഷെ സ്കൂളിലുള്ള പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഫോക്കസ്. കാരണം എനിക്കെപ്പോഴും അറിയായിരുന്നു, കാരണം നമ്മുടെ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതെല്ലാം ഇതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോഴും സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നമ്മൾ ചിലപ്പം ബുക്കിലൊന്നും പഠിച്ച കാര്യങ്ങളായിരിക്കില്ല, നമ്മൾ കേട്ടറിഞ്ഞ കാര്യങ്ങളോ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കണ്ട് അറിഞ്ഞ കാര്യങ്ങളോ ആയിരിക്കാം നമ്മളെ അവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നല്ലപോലെ പഠിക്കുക എന്നുള്ളതായിരുന്നു. പിന്നീട് ലാസ്റ്റ്, അതായത് എക്സാമിന് മുമ്പുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഒരു 1.5 വർഷത്തോളം ഒരു വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്കെഡ്യൂളാണ് ഞാൻ ഫോളോ ചെയ്തത്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് യോഗ ചെയ്ത് പള്ളിയിൽ പോയി, എല്ലാ ദിവസവും പള്ളിയിൽ പോയി. പിന്നെ ഫുൾ ടൈം ഒരു പഠിത്തത്തിൻ്റെ ഒരു സ്കെഡ്യൂളായിരുന്നു. ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളിലൊന്നും ഒത്തിരി എൻഗേജ്ഡ് ആയിരുന്നില്ല. പക്ഷേ ഞാൻ ലാസ്റ്റ് പ്രിപ്പയർ ചെയ്ത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ എനിക്ക് ഹോസ്റ്റലിൽ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ആകെ ഒരു അവരുമായിട്ട് സംസാരിക്കുന്നതും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഒക്കെ ആയിരുന്നു എൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ വീട്ടിൽ വിളിച്ച് സംസാരിക്കുക, അങ്ങനെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുക, ഇതൊക്കെയായിരുന്നു. കാരണം നമുക്ക് ആ ഒരു കാലയളവിൽ നമുക്ക് പലപ്പോഴും പുറത്ത് പോയി വേറെ ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാനുള്ള സമയമൊന്നും കിട്ടാറില്ല. അപ്പം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ പല പല ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുത്ത്, പഠിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ബ്രേക്കുകളൊക്കെ എടുത്ത് ചെയ്യാനൊക്കെ ഉള്ളതായിരുന്നു. അങ്ങനെ രാത്രി ഒരു 10 മണി വരെയുള്ള ഒരു സ്കെഡ്യൂൾ ഓഫ് തിങ്സ് ആയിരുന്നു. അതിൽ ഇതുപോലെ മോക്ക് പരീക്ഷകൾ എഴുതുക, പ്രാക്ടീസിന് വേണ്ടി പരീക്ഷകൾ എഴുതുക, പഠിക്കുക എന്നുള്ള ഒക്കെ തന്നെയാണ്. അത് ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഒരിക്കലും അത് മൊണോട്ടനസ് ആണെങ്കിൽ പോലും നമുക്കത് ഇഷ്ടപ്പെടും. അപ്പം അങ്ങനെ നിങ്ങൾക്കും ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. അതിൽ നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് 100% ഡെഡിക്കേഷൻ കൊടുക്കുക. കാരണം നമ്മൾ പുറത്ത് വന്നിട്ട് നമുക്ക് പിന്നീട് ഇച്ചിരിയും കൂടെ ചെയ്യാമായിരുന്നു എന്ന് തോന്നിയാൽ ഒരു പക്ഷെ നമുക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി, ടൈമും ഏജും ഒന്നും ഉണ്ടായിരിക്കണമെന്നില്ല. അപ്പോൾ അവിടെ ആയിരിക്കുന്ന സമയത്ത് 100% കൊടുക്കാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈം മാനേജ്മെൻറ്റ്, ഡിസിപ്ലിന് ഒക്കെ ആ സമയത്ത് ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഈ ദിവ്യയിൽ തന്നെ ഭയങ്കരമായിട്ടും കോൺഫിഡൻസ് തോന്നിയിട്ടുള്ളത് എന്തെങ്കിലും ഇപ്പം ടൈം മാനേജ്മെന്റ് ദിവ്യ തന്നെ പറഞ്ഞുണ്ട്, യെസ് ഞാൻ അതിൽ കേപ്പബിൾ ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പം അതുപോലെ വേറെ എന്തിനൊക്കെയാണ് ദിവ്യ തന്നെ കോൺഫിഡൻ്റ് ആയിട്ടുള്ളത്? എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുമുള്ള ഒരു കഴിവ്. എനിക്ക് തോന്നുന്നു എനിക്കൊന്ന് കലാപരിപാടികളിലൊക്കെ ഒരുപാട് പങ്കെടുത്തുകൊണ്ടായിരിക്കും ഞാൻ കുറച്ചൊക്കെ നാടകത്തിൽ അഭിനയിക്കാനും അങ്ങനെ എനിക്ക് പരിചിതമല്ലാത്ത മേഖലകളിലേക്ക് പോകാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതെന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഫസ്റ്റ് ടൈം സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് ആദ്യമായി മൈക്ക് എടുത്ത് ഓഡിയൻസിനെ ഫേസ് ചെയ്ത് സംസാരിക്കുക എന്ന് പറയുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കുന്നത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. കൈ വിറച്ച് അപ്പോൾ അടുത്ത തവണ സ്റ്റേജിൽ കയറുമ്പോൾ കൈ വിറയ്ക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ മനസ്സിൽ എഴുതിയിട്ടു. അതായിരുന്നു എൻ്റെ നെക്സ്റ്റ് ചാലഞ്ച്, അല്ലെങ്കിൽ അത് ഓവർകം ചെയ്യുക എന്നുള്ളത്. അത് വൺസ് ഓവർകം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ എനിക്ക് സ്റ്റേജിൽ കയറുമ്പം അത് 1000 പേരാണെങ്കിലും 10,000 പേരാണെങ്കിലും എനിക്കത് ഒരു ഡിഫറൻസും അല്ല. കാരണം എനിക്ക് എന്നെ തന്നെ പ്രസൻറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് അവിടെ ലഭിച്ചു. അപ്പോൾ ഒരുപക്ഷെ സിവിൽ സർവീസ് ഇൻ്റർവ്യൂ പോലെയുള്ള വലിയ അവസരങ്ങളിൽ പോലും ഇത്തരം ചെറിയ ക്വാളിറ്റീസ് ആയിരിക്കാം നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അങ്ങനത്തെ ചെറിയ ചെറിയ ഓപ്പർച്യൂണിറ്റീസിൽ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഉപയോഗിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു ഞാനും ചെയ്ത കാര്യം ബാക്കിയുള്ളവരും ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം. സോ യു ആർ എ പേഴ്സൺ ഹു വിഷ് ടു ഫേസ് ചലഞ്ചസ് അല്ലേ? മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് സിവിൽ സർവീസ് സാധാരണ ആളുകൾ അത്രയധികം വേണ്ട, ഇച്ചിരി പേടിയോട് കാണുന്നതാണ്. അപ്പം അതിനെ ഒരു ചലഞ്ചായിട്ട് എടുക്കുന്നു. ഇപ്പം മൈക്ക് ഫസ്റ്റ് ടൈം ഒരു പേടിയായി, പിന്നീട് ഓക്കെ ഇതാണ് എന്തൊക്കെയുള്ള ഇത് ഞാൻ ചലഞ്ചാക്കി ഏറ്റെടുക്കുന്നു. അപ്പം അങ്ങനെയുള്ള ചലഞ്ചസ് ഒക്കെ കടന്ന് നമ്മൾ ഇന്ന് ഈ ഒരു പൊസിഷനിൽ എത്തിയിരിക്കുകയാണ്. സോ അതിനെ എങ്ങനെയാണ് ദിവ്യ കൊണ്ട് നടക്കുന്നത്, ദിവ്യനെ അത് എത്രമാത്രം എത്തിച്ചു, അതിലേക്കുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇമ്മിണി വെള്ളരാളിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ദിവ്യ ആൻഡ് മാത്യു. നമ്മുടെ സർഗക്ഷേത്രയിലെ ഒരു അംഗമാണ്. സർഗക്ഷേത്രയിലെ പ്രൊഫഷണൽ ഫോറത്തിലെ നമ്മുടെ മാത്യു ജോസഫ് ആൻഡ് അനിത മാത്യുവിന്റെ മകളാണ്, രണ്ടാമത്തെ മകളാണ് അല്ലേ? അപ്പൊ എന്തായാലും ബാക്കി കുടുംബങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നതായിരിക്കും പിന്നീട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം 89.6 FM സർഗക്ഷേത്ര. 2023 സിവിൽ സർവീസ് എക്സാം പാസ് ചെയ്ത് അത് ക്രാക്ക് ചെയ്ത് ഇന്ന് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനിയായി നിൽക്കുന്ന ചങ്ങനാശ്ശേരിക്കാരി എന്ന് ഞങ്ങൾ അഭിമാനത്തോടു കൂടി തന്നെ പറയും. നമ്മുടെ ദിവ്യ ആൻഡ് മാത്യു ആണ് ഇന്ന് നമ്മുടെ കൂടെ
ഇമ്മിണി ബല്ലിരാളിലുള്ളത് ദിവ്യയുടെ ലൈഫ് സ്റ്റോറീസ് ഓരോന്നിങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ചലഞ്ചസിനെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി എന്ന് നമുക്ക് പറയാവുന്ന ഒരു കാര്യം. എന്തായാലും അങ്ങനെ ചലഞ്ചസിനെ ഏറ്റവും അഭിമുഖീകരിച്ച് വരുമ്പോൾ ഈ സിവിൽ സർവീസ് എക്സാമിന് ദിവ്യയുടെ ചലഞ്ചസ് ഏതൊക്കെയാണ്? അതായത് നമുക്കറിയാം, ആക്ച്വലി നമ്മളിപ്പം ഇതിനകത്ത് നമ്മളിങ്ങനെ ഓക്കെ ഇന്നയാള് ഇന്ന റാങ്ക് കിട്ടുന്നു, സിവിൽ സർവീസ് എക്സാം, IAS, IRS, IFS നമ്മളിങ്ങനെ പേരുകളൊക്കെ കേൾക്കുന്നു. പക്ഷേ എന്തൊക്കെയാണ് ആക്ച്വലി ഒരു പ്രൊസീജിയർ എന്നുള്ളത് ഇതിനകത്ത് ഓക്കെ ഒന്ന് ചെന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. സോ ദിവ്യ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ എന്തൊക്കെയാണ് എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണുള്ളത്? നമ്മൾ കേട്ടിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് എന്ന് മുമ്പേ പറഞ്ഞു, പേഴ്സണാലിറ്റി ടെസ്റ്റ്, അതുപോലെ തന്നെ പ്രിലിംസ്, മെയിൻസ് അങ്ങനെയുണ്ട്. അതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാവോ? ഓക്കെ, അപ്പോൾ ഈ സിവിൽ സർവീസ് പരീക്ഷയിൽ 3 ഘട്ടങ്ങളാണ് ഉള്ളത്. ആദ്യത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ്. അതിൽ 2 പേപ്പറാണ് ഉള്ളത്. ഒരെണ്ണം ജനറൽ നോളജ് റിലേറ്റഡ് ഒരു പേപ്പറും ഒരെണ്ണം ഒരു ആപ്റ്റിറ്റ്യൂഡ് പേപ്പറുമാണ്, മാത്സ്, കോംപ്രിഹെൻഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ പേപ്പർ ക്വാളിഫയിങ് പേപ്പറാണ്. അതിനൊരു മിനിമം മാർക്ക് ഉണ്ടെങ്കിലേ നമ്മുടെ ഫസ്റ്റ് പേപ്പർ ചെക്ക് ചെയ്യുള്ളൂ. അപ്പം ആ ഫസ്റ്റ് പേപ്പറിൻ്റെ കട്ട് ഓഫ് വേരിയബിളും ആണ്. അങ്ങനെ ഈ 2 പേപ്പേഴ്സും ക്വാളിഫൈ ആവുമ്പോഴാണ് നമ്മൾ പ്രിലിമിനറി സ്റ്റേജ് ക്വാളിഫൈ ആയി എന്ന് പറയുന്നത്. അതിനുശേഷം അതിൽ പാസ്സാവും. ഇപ്പം ഒരു 5 ലക്ഷത്തോളം ആളുകളാണ് ഒരു വർഷം ഒരു പ്രിലിമിനറി എക്സാമിന് എഴുതുന്നത്. അതിൽ നിന്ന് വളരെ കുറച്ച് പേര് മാത്രം, ഒരു 50,000 പേരോളം മാത്രമേ മെയിൻ എക്സാമിനേഷനിലേക്ക് വരുന്നത്. ഒരു മേജർ ഫിൽട്ടറിംഗ് പ്രോസസ്സാണ്. മെയിൻ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ 9 പേപ്പേഴ്സാണ് മെയിൻ എക്സാമിനേഷൻ, ഫുള്ളി റിട്ടൺ ആയിട്ടുള്ള. പ്രിലിമിനറി സ്റ്റേജ് ഒബ്ജക്റ്റീവാണ്, മെയിൻ സ്റ്റേജ് മൊത്തം essay ടൈപ്പാണ് നമ്മൾ എഴുതുന്നത്. അത് വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റൈറ്റിംഗ് പ്രോസസ്സാണ്. ഒരു ദിവസം 6 മണിക്കൂറോളം എഴുതേണ്ട 9 പേപ്പേഴ്സാണ് അടുപ്പിച്ചടുപ്പിച്ച് വരുന്നത്. അങ്ങനെ ആ സ്റ്റേജും കഴിഞ്ഞിട്ട് ക്വാളിഫൈ ആകുന്നവരാണ് ഇൻ്റർവ്യൂ സ്റ്റേജിലേക്ക് വരുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. പേഴ്സണാലിറ്റി ടെസ്റ്റിൻ്റെയും മെയിൻ എക്സാമിനേഷൻ്റെയും മാർക്ക് ചേർത്തിട്ടാണ് നമ്മുടെ സെലക്ഷൻ ഡിസൈഡ് ചെയ്യപ്പെടുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഓവറോൾ പ്രോസസ്സ് പോകുന്നത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ ആണ് ഒരു മേജർ ഫിൽട്ടറിങ് എന്ന് പറയുന്നത്. എങ്കിലും ഈ 5 ലക്ഷം പേര് എഴുതിയതിൽ ഒരു വർഷം ഒരു 1000 പേരിൽ കുറവേ ഫൈനൽ സെലക്ഷനിൽ എത്താറുള്ളൂ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു മേജർ ഫിൽട്ടറിങ്. ഒരു വളരെ വലിയൊരു കോമ്പറ്റീഷൻ അവിടെയാണ് വരുന്നത്. ഓക്കെ, ഇപ്പം ഈ ഇത് കഴിഞ്ഞതിന് ശേഷം ഇപ്പം ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ആയിട്ട് ദിവ്യ നിൽക്കുന്നു. ഇനി അടുത്തത് എന്താണ്? അതായത് ഇപ്പം ഇതിന് ശേഷം ഇനി അടുത്തത് എന്താണ്? നമുക്ക് സാധാരണ പ്രൊസീജിയേഴ്സ് ഉള്ളത് എന്തൊക്കെയാണ്? നമ്മൾ വൺസ് എക്സാമിനേഷൻ ക്വാളിഫൈ ആയി നമുക്കൊരു സർവീസ് അലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു ഫൗണ്ടേഷൻ കോഴ്സ് ഉണ്ട്, ഒരു 3 മാസം. എല്ലാ സർവീസുകൾ കൂടി ഒരുമിച്ചായിരിക്കും. അതിനുശേഷം ഓരോ സർവീസുകൾക്കും അവരുടേതായിട്ടുള്ള പേരൻറ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഞാൻ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിലായത് കാരണം എൻ്റെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ IIMC എന്ന് പറയുന്ന ന്യൂഡൽഹിയിൽ ഉള്ള ക്യാമ്പസിലാണ് എൻ്റെ ട്രെയിനിങ് നടക്കുന്നത്. അതുപോലെ ഓരോ സർവീസുകൾക്കും അവരുടേതായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുണ്ട്. IPSന് ഹൈദരാബാദിൽ നാഷണൽ പോലീസ് അക്കാഡമി, പിന്നെ ലബാസ്ന എന്ന് പറയുന്ന മുസൂരിയിൽ അക്കാഡമിയിലാണ് IASൻ്റെ ട്രെയിനിങ് നടക്കുന്നത്. അങ്ങനെ വ്യത്യസ്തമായ ട്രെയിനിങ് അക്കാഡമികളിലാണ്. ഞങ്ങളുടെ ഇതിന് 2 വർഷം പ്രൊബേഷൻ പീരീഡാണ് തുടർന്നുള്ളത്. അതിൽ 1 വർഷത്തോളം നമുക്ക് ക്ലാസ് റൂമിലെ ട്രെയിനിങ് ആണ് IIMCയിൽ നടക്കുന്നത്. തുടർന്ന് ഓൺ ദ ജോബ് ട്രെയിനിങ് ആണ്. അതായത് ഗവൺമെൻറ്റിൻ്റെ പല മീഡിയ യൂണിറ്റുകളിൽ നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി അവിടെയെല്ലാം പോസ്റ്റ് ചെയ്യും. ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ആക്ടിവിറ്റീസ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. അതായത് ഡിഫറെൻറ്റ് അറ്റാച്ച്മെൻറ്റ്സ് ഉണ്ട്. അതായത് പല മിനിസ്ട്രികളിൽ വിസിറ്റ് ചെയ്യാനും പാർലമെൻറ്റ് വിസിറ്റ് ചെയ്യാനും. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ പാർലമെൻറ്റിലൊക്കെ വിസിറ്റ് ചെയ്തിരുന്നു, സ്പീക്കറിനെയൊക്കെ കണ്ടിരുന്നു, പാർലമെൻറ്റിൻ്റെ സെഷൻ കണ്ടു. അങ്ങനെ വിസിറ്റുകളുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പൂനെയിൽ ഞങ്ങൾ പോസ്റ്റഡ് ആയിരിക്കും. അപ്പോൾ അവിടെ ഞങ്ങൾ 2-3 ആഴ്ച അവിടെ പോയി ഞങ്ങൾക്ക് ട്രെയിനിങ് ഉണ്ടായത്. ഫിലിമിനെ കുറിച്ചൊക്കെ ഒന്ന് പരിചിതമാകും. കാരണം CBFCയിലും ഒക്കെ നമ്മൾ പോസ്റ്റഡ് ആവുന്നത് കാരണം ഫിലിംസുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യാൻ. അതുപോലെ തന്നെ IFFI ഗോവ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോഴും നമ്മളവിടെ ഓർഗനൈസ് ചെയ്യാനും പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മൾ ഇനി ഈ വർഷം പോകുന്നതായിരിക്കും. അങ്ങനെ ഇനിയിപ്പം ഞാൻ ചെല്ലുമ്പോഴത്തേക്ക് ഞങ്ങൾ പോകുന്നത് IIM-ലേക്കാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ഇൻഡോറിൽ ഞങ്ങൾക്ക് 2 വർഷം 2 മാസം 2 ആഴ്ച ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ അവിടെയും പോകുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം ഒരു ഓൾ ഇന്ത്യ ടൂറുണ്ട്, ഭാരത് ദർശൻ എന്നാണ് പറയുന്നത്. ഇന്ത്യ മൊത്തം ഒന്ന് ഫെമിലിയറൈസ് ചെയ്യാനായിട്ട് സെലക്റ്റഡ് സ്റ്റേറ്റ്സിലേക്ക്. അപ്പോൾ അങ്ങനെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രൊസീജിയർ. അപ്പം ഈ പ്രൊബേഷൻ പീരീഡ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടും. തുടർന്ന് പല പല സ്ഥലങ്ങളിലേക്ക് പോസ്റ്റിങ്ങിൻ്റെ ഭാഗമായി പോകേണ്ടി വരും. സോ സാധാരണ നമ്മൾ പറയാറുള്ളത് നമ്മുടെ ഇന്ത്യൻ ഡെമോക്രസിയുടെ 4th പില്ലർ മീഡിയ എന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ മീഡിയയുടെ പില്ലേഴ്സാണ് നിങ്ങൾ. സോ ദിവ്യ എങ്ങനെയാണ്? ഫിലിംസ് ഒക്കെ കാണാൻ ഇഷ്ടമുള്ള ആളാണോ? എങ്ങനെയാണ് അതിനോടുള്ളൊരു ഇൻട്രസ്റ്റ് എങ്ങനെയാണ്? ഫിലിംസ് എനിക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി അല്ലായിരുന്നു. പക്ഷേ എങ്കിലും സർവീസ് അലൊക്കേറ്റ് ആയപ്പോഴത്തേക്കും എനിക്കും സർവീസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ എപ്പോഴും
സംസാരിക്കാനും ക്യാമറയുടെ മുൻപിൽ നിൽക്കാനും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കഴിവുകളൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. അതുപോലെ ഫിലിംസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഞാൻ പറഞ്ഞ പോലെ അഭിനയിക്കാനൊക്കെ എനിക്കിഷ്ടം. അപ്പം അങ്ങനെ ഇതുമായിട്ടെല്ലാം വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്നൊരു കാര്യമാണ്. അതുപോലെ ഈ വെറൈറ്റി ഡിഫറെൻറ്റ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്ന ഒരു സർവീസ് എന്ന നിലയിലും ഇത് വളരെയധികം എനിക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ജോലിയായി തോന്നുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും ഇനി ഇപ്പം നമുക്ക് ഇപ്പം കേൾക്കുമ്പോൾ തോന്നുന്നത് എന്താണ് ദിവ്യ ആൻഡ് മാത്യു ഈ ഒരു ഫീൽഡിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ കേട്ടു എന്താണ് IAS ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി ദിവ്യയുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും, എങ്ങനായിരിക്കും എന്നുള്ളത് നമ്മൾ നോക്കി കാണുന്നുണ്ട്. അപ്പോൾ അതിനുള്ള ഉത്തരം എത്തുന്നുണ്ട്. കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി ബില്ലറിലാണ്. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി ബെല്ലൊരാളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഇമ്മിണി ബെല്ലൊരാളല്ല, നമ്മുടെ ഇനി മുതൽ നമ്മുടെ റേഡിയോ ഒക്കെ ഇങ്ങനെ വേണം എന്ന് പറയാനായിട്ട് ഭാവിയിൽ അല്ലേ റെഡി ആയിട്ട് നിൽക്കുന്ന നമ്മുടെ സ്വന്തം ദിവ്യ ആൻഡ് മാത്യു. ഞങ്ങളുടെ സ്വന്തം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാം. കാരണം നമ്മുടെ സർഗക്ഷേത്ര പ്രൊഫഷണൽ ഫോറത്തിലെ അംഗമായ മാത്യു ജോസഫ് ആൻഡ് അനിത മാത്യുവിൻ്റെ മകൾ ദിവ്യ ആൻഡ് മാത്യു ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി. ദിവ്യയുടെ ഓരോ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇനി നമ്മൾക്ക് അറിയേണ്ടത് ഈ IAS എന്നുള്ള ഈ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ദിവ്യയുടെ കോൺട്രിബ്യൂഷൻസ് എന്തായിരിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. സോ നമുക്കറിയാം മീഡിയ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് നമ്മൾ കാണുന്നുണ്ട്, സിനിമയുടെ ഓരോ കാര്യങ്ങളായിക്കോട്ടെ. അപ്പം ദിവ്യ ഇതെല്ലാം കാണുമ്പോൾ ഒരു ഇതുണ്ടായിരിക്കുമല്ലോ, അതായത് എനിക്ക് ഇന്നൊക്കെ കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് പറ്റും ഈ ഒരു ഫീൽഡിൽ നിന്നുകൊണ്ട്. സോ എന്തൊക്കെയാണ് ദിവ്യ ഈ മനസ്സിൽ കുറിച്ച് വെച്ചത്, അല്ലെങ്കിൽ അതൊരു തൂലികയിലൂടെ കുറിച്ച് വെച്ചിട്ടുള്ളത്? എന്തൊക്കെയാണ് ദിവ്യയുടെ കോൺട്രിബ്യൂഷൻസ്? ഈ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിന് ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെയധികം പ്രയോറിറ്റി കൂടി വരുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം നമുക്കിപ്പം അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഒരുപാട് സോഷ്യൽ മീഡിയ യൂസേജും ഒക്കെ കൂടി വരുന്ന ഒരു സമയമാണ്. ഇതിനൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ റീസെൻ്റ്ലി ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ, പെഹൽഗാം അറ്റാക്കിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു തിരിച്ചൊരു റിറ്റാലിയേഷൻ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. അപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഏറ്റവും വലിയ വാർഫെയർ നടന്നത് ഗ്രൗണ്ടിലല്ല, മീഡിയയുടെ ഫീൽഡിലാണ്, സോഷ്യൽ മീഡിയയിലാണ്, അതുപോലെ മീഡിയ റിലേറ്റഡ് കാര്യങ്ങളിലാണ് എന്നാണ് പറയുന്നത്. കാരണം പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള ഇൻഫർമേഷൻ തമ്മിലുള്ളൊരു വാർഫെയറും കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം പാകിസ്ഥാൻ അവരുടെ സൈഡിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഇതാണ് നടന്നത്, ഇതാണ് സത്യം എന്നുള്ള രീതിയിൽ പ്രചരിപ്പിക്കുമ്പോൾ നമ്മൾ നമ്മുടെ സൈഡിൽ നിന്നുള്ള റൈറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ കൊടുത്തില്ലെങ്കിൽ അവിടെ നമ്മുടെ സ്പേസ് മിസ് ഔട്ടായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസിന് ഏറ്റവും പ്രയോറിറ്റി കൂടി വരുന്ന ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഇൻഫർമേഷൻ നമ്മൾ ഡെസിമിനേറ്റ് ചെയ്യുമ്പോൾ, ആൾക്കാരിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ ഡിലേ വരാൻ പാടില്ല. ഏറ്റവും ക്വിക്കായിട്ട് ഏറ്റവും വേഗത്തിൽ ശരിയായ റൈറ്റ് ആയിട്ടുള്ള ട്രൂത്ത്ഫുൾ ഇൻഫർമേഷൻ നമ്മൾ കൊടുത്തില്ലെങ്കിൽ ആ സ്പേസ് മിസ്ഇൻഫർമേഷൻ ഫില്ല് ചെയ്ത് കളയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ പ്രൊആക്റ്റീവായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അതുപോലെ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള ടാസ്കുകൾ, അതായത് ഡീപ്പ് ഫേക്ക് പോലെയുള്ള തെറ്റായ ഇൻഫർമേഷനും ഇമേജസും വീഡിയോസും ഒക്കെ പ്രചരിപ്പിക്കുമ്പോൾ നമ്മുടെ മിനിസ്ട്രിയുടെ കീഴിലുള്ള PIB പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് യൂണിറ്റ് ഉണ്ട്. അപ്പോൾ അത് തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻ കണ്ടുപിടിച്ച് അത് സോഷ്യൽ മീഡിയയിൽ നിന്നും മീഡിയാസിൽ നിന്ന് റിമൂവ് ചെയ്യാനൊക്കെയുള്ള ആക്ഷൻസ് ചെയ്യുന്നത് നമ്മൾ പ്രൊആക്റ്റീവായിട്ട് ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ ഫിലിംസ് ആണ്, അതുപോലെ തന്നെ TV റെഗുലേഷൻസ് ഉണ്ട്. ടിവിയിൽ വരുന്ന ചാനൽസും അതിൽ വരുന്ന ഇൻഫർമേഷനും ന്യൂസ് ചാനൽസിലൊക്കെ കൊടുക്കുന്ന, അപ്പോൾ അതൊക്കെ മോണിറ്റർ ചെയ്യുന്ന ഇലക്ട്രോണിക് മീഡിയ മോണിറ്ററിംഗ് സെല്ലും നമ്മുടെ മിനിസ്ട്രിയിലാണ് വരുന്നത്. അത് തുടർന്ന് ഇനി സോഷ്യൽ മീഡിയ, യൂട്യൂബ്, OTT പ്ലാറ്റ്ഫോമുകളിലേക്കൊക്കെ എക്സ്റ്റെൻഡ് ചെയ്യും. അപ്പോൾ അതിലൊക്കെ ആളുകൾക്ക്, നമ്മുടെ സമൂഹത്തിന് പ്രശ്നമായിട്ട് വരുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ അല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവരെ കണ്ടെത്തി അത് എത്രയും വേഗം ടാക്കിൾ ചെയ്യുക എന്നുള്ളത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസേഴ്സിൻ്റെ ഒരു മേജർ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ട്രഡീഷണലി നമ്മൾ പറയുവാണെങ്കിൽ ന്യൂസ് പേപ്പർ, റേഡിയോ ഒക്കെ ആയിരുന്നു നമ്മുടെ ഒരു മേജർ ന്യൂസ് ഡെസിമിനേഷനും ഇൻഫർമേഷൻ ഡെസിമിനേഷനും. പക്ഷേ ഇനിയിപ്പോൾ അത് സോഷ്യൽ മീഡിയയിലൊക്കെ മാറുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മൾ ബാക്കിയുള്ളവരെക്കാട്ടിലും മുൻപേ നിന്ന് ഈ ടെക്നോളജിയിൽ വരുന്ന അപ്ഗ്രേഡേഷൻസ് മനസ്സിലാക്കി അതിനെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനും ഗവൺമെൻറ്റിൽ നിന്ന് ആളുകളിലേക്ക് കിട്ടുന്ന കമ്മ്യൂണിക്കേഷൻ്റെ ഗ്യാപ്പ് കുറയ്ക്കുക എന്നുള്ളത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസേഴ്സിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അതിൽ എനിക്ക് പറ്റുന്ന പോലെ തന്നെ എൻ്റെ സ്കിൽസ് എല്ലാം അപ്ഗ്രേഡ് ചെയ്ത് ഞാൻ ആയിരിക്കുന്ന ഓഫീസിൽ ഏറ്റവും ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്ത്
ഇൻഫർമേഷൻ ഡെസിമിനേഷൻ ഏറ്റവും വേഗത്തിലാക്കാനായിട്ട് ഞാൻ ശ്രമിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ CBFCയിലൊക്കെ ആണെങ്കിലും പോസ്റ്റഡ് ആയിരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് ഫിലിംസിലൂടെയൊക്കെ നമുക്ക് ഒരുപാട് നമ്മൾ സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പ്രസൻറ്റ് ചെയ്യാനുള്ളൊരു ഫ്രീഡം അതും റെസ്പെക്റ്റ് ചെയ്യണം ഈക്വലി. അപ്പം അതിനെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൈൻഡ് സെറ്റും ഡെവലപ്പ് ചെയ്തെടുക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം എന്തായാലും ഇൻ ഫ്യൂച്ചർ ഇപ്പം ദിവ്യ കാണുന്ന ആ ഒരു ലോകം അല്ലേ, അത് വരട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ അഭിമാനത്തോടു കൂടി പറയാം, നമ്മുടെ മലയാളി നമ്മുടെ കേരളയിലുള്ള അല്ലെങ്കിൽ കോട്ടയത്തുള്ള ചങ്ങനാശ്ശേരിയിലുള്ള ഒരാളാണ് നമ്മുടെ അവിടെ ഭരിക്കുന്നത്, അല്ലെങ്കിൽ അതിനകത്തെ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ പകർന്നു കൊടുത്തത് ദിവ്യ ആൻഡ് മാത്യു ആണ് എന്നുള്ളത് നമ്മളിതാ ഇപ്പോൾ ആ പേര് ഓർത്ത് വെച്ചോളൂ. നമ്മൾ നാളെ വാർത്തയിലൂടെയൊക്കെ നമ്മൾ കാണാം ഈ ഒരു പേരിൽ. അപ്പോൾ എന്തായാലും ഇതുപോലെ ദിവ്യയുടെ ഈ ഒരു തീരുമാനം ഇന്ന് ദിവ്യ എടുക്കാനായിട്ട് ദിവ്യ ഇതിനു മുന്നേ കുറേ തീരുമാനങ്ങൾ എടുത്തു. ആ വഴികളാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. നമ്മുടെ സ്വന്തം ഇമ്മിണി ബെല്ലൊരാളിലൂടെ കൂടെയുള്ളത് ജോ ആണ്. ആൻഡ് യു ആർ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി ബെല്ലൊരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ദിവ്യ ആൻഡ് മാത്യു. ഇതാണ് മെയിൻ ടാഗ്. പക്ഷേ ഒരു ആർട്ടിസ്റ്റാണ്, റൈറ്ററാണ്, പിന്നെ സ്പീച്ച് പറയാറുണ്ട്, ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് കിട്ടിയിട്ടുള്ള ആളാണ്. ആ വശങ്ങളിലേക്കൊക്കെ നമ്മൾ വരുന്നു. ദിവ്യയുടെ ഈ ഒരു വശം നമ്മളിങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു സർവീസ് എന്തൊക്കെയാണ് ദിവ്യ നൽകുന്നത്, അതിലേക്ക് വന്ന തീരുമാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വളരെ ഒരു ഇമോഷണൽ ആയിട്ട് പോകുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അതിന് പേരൻസിൻ്റെ സപ്പോർട്ട് വേണം, ഒരു ഇമോഷണൽ സപ്പോർട്ട് വേണം, ഫ്രണ്ട്സിൻ്റെ ആയിക്കോട്ടെ, അവരോടുകൂടിയുള്ള ടൈമായിരുന്നു എൻ്റർടൈൻമെൻറ്റ് എന്നൊക്കെ പറഞ്ഞു. ഇപ്പോൾ മാത്രമല്ല രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കുന്നു. പിന്നെ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദിവ്യ അത് തുടങ്ങുന്നത് തന്നെ. അപ്പം കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനിടയിൽ വേണ്ടാന്ന് വെക്കേണ്ടി വരും, നമ്മുടെ ആ ഒരു ഡ്രീം നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട്. സോ ദിവ്യയുടെ ആ ഒരു 10th ഓൺവേർഡ്സ് അപ് ടു 25 ഇയർ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ 10th ക്ലാസ് ഓൺവേർഡ്സ് ഈ ഒരു 25-ാമത്തെ വയസ്സ് വരെ ദിവ്യ ഈ ഒരു സ്വപ്നത്തിലേക്ക് വരാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട് മനഃപൂർവ്വമായിട്ട്? ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ചൊക്കെ നമ്മുടെ സെൽഫ് കൺട്രോൾ എല്ലാ കാര്യത്തിനും ആവശ്യമാണ്. ഇപ്പം നമ്മൾ ഏത് ഡ്രീം സെറ്റ് ചെയ്താലും നമ്മുടെ നോർമലായിട്ടുള്ള ഒരു ഷെഡ്യൂളിൽ നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഒഴിവാക്കേണ്ടി വരും അതിന് പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്ത കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, ഞാൻ എപ്പോഴും എനിക്കെന്തെങ്കിലും ഒരു ഗോൾ വെച്ചാൽ അതിൽ എത്തിച്ചേരാനായിട്ട് എന്ത് ചെയ്യണമെങ്കിലും അതിന് ഞാൻ റെഡി ആയിരുന്നു. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കാണും. പക്ഷേ ഇപ്പം ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 10 കഴിഞ്ഞ് +1 കഴിഞ്ഞ് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക എന്നുള്ളത്. ആദ്യത്തെ സമയത്ത് ഫേസ്ബുക്ക്, പിന്നെ ഇൻസ്റ്റഗ്രാം, അങ്ങനെയൊക്കെ. പക്ഷേ ഞാൻ സിവിൽ സർവീസ് എക്സാം ക്വാളിഫൈ ചെയ്യുന്നത് വരെ എനിക്കൊരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഇല്ലായിരുന്നു. അപ്പം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, ദിവ്യ ഇന്നത്തെ കാലത്ത് എങ്ങനെ ഇൻസ്റ്റഗ്രാം ഇല്ലാത്ത ഒരാൾക്ക് ജീവിക്കാൻ പറ്റുമോ എന്നോട് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത്, അതായത് നന്നായിട്ട് ഒരുങ്ങാനും എന്നെ പ്രസൻറ്റ് ചെയ്യാനും ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിൽ പോലും എനിക്ക് ഇൻസ്റ്റഗ്രാം ഒരു നെസസിറ്റി ആയിട്ട് തോന്നിയില്ല. കാരണം അവിടെയും ഞാൻ മനസ്സിലാക്കി, ഒരു പക്ഷേ ഞാൻ ഇൻസ്റ്റഗ്രാം ഉപയോഗിച്ചാൽ എനിക്ക് ചിലപ്പം എൻ്റെ ടൈം നല്ലപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, ചിലപ്പം ഞാൻ അതിൻ്റെ ഒരു കൺട്രോളിലായി പോകാൻ സാധ്യതയുണ്ട് എന്ന് ഞാൻ കണ്ടപ്പം എനിക്ക് തോന്നി സോഷ്യൽ മീഡിയ ഒരു പരിധി വരെ എൻ്റെ ടൈം എനിക്ക് അതിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ ടൈം ഇല്ലാത്തിടത്തോളം ഞാൻ അതിൽ യൂസ് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചു. അങ്ങനെ സോഷ്യൽ മീഡിയ ഒന്നും ഉപയോഗിക്കാതെയാണ് ഞാൻ ആ ഒരു കാലയളവിൽ പോയത്. അതുപോലെ തന്നെ അതിൽ ഞാൻ ആകെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന യൂട്യൂബായിരുന്നു. അപ്പം ഒരു പോയിന്റിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ആ യൂട്യൂബ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി യൂട്യൂബിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അങ്ങനെ ഞാൻ പതിയെ യൂട്യൂബൂടെ കട്ട് ചെയ്താലോ എന്നുള്ളൊരു സിറ്റുവേഷനിലെത്തി. അത് ഞാൻ ഓർക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഡിപ്രസീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം യൂട്യൂബ് കൂടെ ഇല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ഓപ്ഷൻസ് ഭയങ്കര കുറവാണ്. പക്ഷെ എന്നാൽ അതോടെ ഞാനൊന്ന് ട്രൈ ചെയ്തു. കാരണം ഞാൻ എപ്പോഴും എന്നെ തന്നെ സെൽഫ് കൺട്രോൾ ചെയ്യാനായിട്ട് പല ടാസ്കുകൾ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ചലഞ്ച്, എന്തെങ്കിലും പുതിയൊരു കാര്യം കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് അതുകൂടെ എന്നെ കൊണ്ട് പറ്റുമോ, അല്ലെങ്കിൽ ഇതുകൂടി ഇല്ലാതെ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചലഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി എനിക്കതൊരു ബുദ്ധിമുട്ടായിരുന്നെങ്കിൽ പോലും അതിൽ നിന്ന് കിട്ടിയ ഒരു സാറ്റിസ്ഫാക്ഷൻ, അതായത് അതുകൂടെ കട്ട് ഷോട്ട് ചെയ്തപ്പോഴും എനിക്കത് പോസിബിൾ ആണ് ഉള്ളൊരു സാറ്റിസ്ഫാക്ഷൻ അതെപ്പോഴും ഉണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഫിറ്റ്നസ്സിന് ഒരുപാട് പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ഞാൻ ഷുഗറും സ്വീറ്റ്സും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷെ എന്നെ തന്നെ ചലഞ്ച് ചെയ്യാൻ ഞാൻ ഷുഗർ ഫുള്ളി കട്ട് ചെയ്തു എൻ്റെ ഒരു ഡയറ്റിൽ നിന്ന്. അതിപ്പോൾ ഓൾമോസ്റ്റ് 1 ഇയറോളം ഞാൻ ഷുഗർ കംപ്ലീറ്റ്ലി കട്ട് ചെയ്തിരിക്കും. അപ്പം അങ്ങനെ അതും
എനിക്ക് ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ തരുന്നു. ബിക്കോസ് ഞാൻ എന്നെ തന്നെ ചാലഞ്ച് ചെയ്യുന്നു. എൻ്റെ കൺട്രോളിലാണ് എൻ്റെ സെൽഫ് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഡോപ്പമൈൻ ഹൈക്ക് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഫാക്ടേഴ്സൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പഠിച്ചിരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു നമുക്ക് ഫാമിലിയുമായിട്ട് ഒത്തിരി ടൈം സ്പെൻഡ് ചെയ്യാനും പറ്റിയില്ല, കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് പോയി നിന്ന് പഠിച്ചു. പക്ഷെ അപ്പോഴാണെങ്കിലും അവരുമായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു വാല്യുബിൾ 30 minutes ഞാൻ അതിന് ഒരുപാട് വാല്യൂ കൊടുത്തു. അപ്പോൾ എനിക്കൊന്നും അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെറിയ ചെറിയ മൊമെൻറ്റ്സിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കുക. നമുക്ക് ചെറിയ ചെറിയ മോട്ടിവേഷൻ മതി, കാര്യങ്ങൾ മതി ലൈഫിൽ നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ എന്നുള്ളത് ആ ഒരു സമയത്താണ് മനസ്സിലാക്കുന്നത്. അപ്പം എനിക്കൊന്ന് ആ ഒരു ലെവൽ ഓഫ് ഡെഡിക്കേഷൻ അതുണ്ടെങ്കിൽ നമുക്കത് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് ഭയങ്കര സ്ട്രൈക്ക് ആയത് വേറൊന്നുമല്ല, 1 year ആയിട്ട് ഷുഗർ കട്ടാണ്. സോ ഹൗ ഡു യു മാനേജ്? കാരണം ഞാൻ എൻ്റെ മനസ്സിൽ എനിക്ക് ഒരിക്കലും എടുക്കാൻ പറ്റാത്ത എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ആളിടയ്ക്ക് ഷുഗർ കട്ട് എടുക്കും, പിന്നെ ഒന്ന് അത് ബ്രേക്ക് ആവും, പുള്ളിക്കാർക്ക് പറ്റത്തില്ല, പിന്നെയും ഒരു 2 മാസം എടുക്കും, പിന്നെയും ബ്രേക്ക് ആവും. എനിക്ക് എടുക്കാനേ പറ്റില്ല എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ പിന്നെ ആ വഴിക്കേ പോകാറില്ല. സോ 1 year ആയിട്ട് നമുക്ക് നാച്ചുറൽ ഷുഗർ എന്തായാലും നമ്മൾ കഴിക്കില്ല, ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്. അല്ലാണ്ട് എങ്ങനെയാണത് പെട്ടെന്ന് കേട്ടപ്പോ ഞാനിങ്ങനെ റീലിലൊക്കെ കണ്ടിട്ടുണ്ട് 1 year ആയിട്ട് ഇങ്ങനെ ഷുഗർ കട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് കഴിക്കുമ്പോൾ ഒരാളിങ്ങനെ കരയുന്നു, ഫീല്. സോ ഞാനിങ്ങനെ 1 year ഓഫ് ഷുഗർ കട്ട് എങ്ങനെയാണ് സംഭവം? ഞാൻ ഈ പറഞ്ഞതുപോലെ എനിക്ക് ശരിക്കും ആ ചോക്ലേറ്റ് കഴിക്കുന്നതിലും സന്തോഷം എനിക്കത് കഴിക്കാതെ ഞാൻ എന്നെ കൺട്രോൾ ചെയ്യുമ്പോൾ ക്രേവിങ്സ് കൺട്രോൾ ചെയ്യുമ്പോഴാണ് എനിക്ക് ആക്ച്വലി ക്രേവിങ്സും ഇപ്പം കുറവാണ്. അപ്പം ഞാൻ ആക്ച്വലി ഇപ്പം ചെയ്യുന്നത്, ഞാൻ കംപ്ലീറ്റ്ലി ഒഴിവാക്കിയെന്ന് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ ഒരു ഡെസേർട്ട് കണ്ടാൽ, ഇപ്പം എനിക്കൊരു ഡെസേർട്ട് തന്നാൽ ഞാൻ ഒരു സ്പൂൺ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ മാത്രം ഞാൻ ട്രൈ ചെയ്യും. അത് കൂടുതൽ കഴിക്കാൻ എനിക്ക് തോന്നില്ല. ദെൻ ഇറ്റ്സ് ഡൺ. ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് അറിഞ്ഞില്ലേ, ചിലപ്പോൾ എനിക്കൊരു അതെന്താണ്, അതിലെന്താണ് ഡിഫറെൻ്റ്, അല്ലെ പുതിയൊരു ഡിഷാണെങ്കിൽ അത് ഒരിക്കലും കഴിച്ചിട്ടില്ല എന്ന് പറയുന്നതിലും നല്ല അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷുഗർ ഒന്നിലും ആഡ് ചെയ്യാതിരിക്കുക എന്നാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ ചായ ആണെങ്കിലും ഷുഗർ ഇല്ലാതെ കുടിക്കും, ജ്യൂസ് ആണെങ്കിലും ഫ്രഷ് ജ്യൂസ് മാത്രം വിത്തൗട്ട് ഷുഗർ, അങ്ങനെയുള്ള കാര്യമാണ്. കാരണം നമുക്ക് ഹെൽത്തിന് അത് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. ഞാൻ മനസ്സിലാക്കി ഷുഗർ അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും മേജർ ഒരു പ്രോബ്ലം ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ ആഡഡ് റിഫൈൻഡ് ഷുഗറാണ്. അതിപ്പോൾ ഹണി ആണെങ്കിൽ ഒന്നിലേക്ക് ഷുഗർ ആഡ് ചെയ്യാതിരിക്കുക. ഹണിയും എക്സ്ട്രാ ആണ്, ഷുഗറാണ്. ജാഗരി ആണെങ്കിൽ പോലും സെയിം എഫക്റ്റ് ആണ്. അപ്പം നാച്ചുറലി ഫൈബറോട് കൂടി വരുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം നമുക്ക് കഴിക്കാം. അതിപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാത്തിലും നാച്ചുറലി ഷുഗർ വരുന്നത് കാരണം അത് കഴിക്കാം. അപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ എസ്തെറ്റിക്സിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ്. നല്ല ഗുഡ് ലുക്സ് തരുമെങ്കിൽ ഞാൻ അതും ചെയ്യാൻ റെഡിയാണ്. അപ്പം അങ്ങനെ നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ ട്രൈ ഔട്ട് ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ലൈഫ് ഫുൾ ഓഫ് ചലഞ്ചിങ് അല്ലേ? ഓരോരുത്തരും സന്തോഷം അല്ലേ, സന്തോഷിക്കാൻ ഓരോ കാരണങ്ങൾ. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ പല ചലഞ്ചസ്. ഇപ്പം IS എന്നുള്ള ഒരു പൊസിഷനിൽ എത്താനായിട്ട് ഒരുപാട് ചലഞ്ചസും ഒരു സെൽഫായിട്ട് നമ്മളെ ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് ഓരോ ചലഞ്ചസ് ഇങ്ങനെ നേടിയിരിക്കും. എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, കാരണം മൊത്തം ചലഞ്ചസ് ആണ്. ഓക്കെ, ഇത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല, യെസ് നാളെ മുതൽ ഇത് സെറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഡോപാമൈൻ ഹൈക്ക് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പൊ എന്തായാലും കുറേ കാര്യങ്ങൾ ഇനിയിപ്പം ദിവ്യയിൽ നിന്ന് തന്നെ ചോദിച്ച് പഠിക്കാനായിട്ടുണ്ട്. എങ്ങനെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഉണ്ട്. അപ്പം കേൾക്കാം ഇമ്മിണി വലിയൊരാളിലൂടെ. കൂടെയുള്ളത് ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി ബെല്ലലാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. ദിവ്യ ആൻഡ് മാത്യു, ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി. അതുപോലെ തന്നെ കീബോർഡ് പഠിച്ചിട്ടുണ്ട്, ഡാൻസ് പഠിച്ചിട്ടുണ്ട്, പിന്നെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് നേടിയിട്ടുണ്ട്. ഇതിനൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു കുട്ടി നമ്മുടെ സർഗക്ഷേത്രയുടെ ഇതെന്ന് അഭിമാനമായിട്ട് പറയുമ്പോൾ സർഗക്ഷേത്രയുമായുള്ള ഒരു ബന്ധം എങ്ങനെയാണ്, അതൊന്ന് പറയാമോ? സർഗക്ഷേത്രയായിട്ട് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാൾ തൊട്ടുള്ള ബന്ധമാണ്. കാരണം സർഗക്ഷേത്രയുടെ ആ ഒരു തുടക്കം സ്റ്റേജിൽ തൊട്ടപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു സിസ്റ്ററും ഒരു ബ്രദറുമാണുള്ളത്. എൻ്റെ ചേച്ചി ക്ലാസിക്കൽ ഡാൻസ് പഠിക്കുന്നുണ്ടായിരുന്നു സർഗക്ഷേത്ര. അതപ്പോൾ സർഗക്ഷേത്രയുടെ തന്നെ ഒരു തുടക്ക സമയത്തായിരുന്നു. അപ്പോൾ വൺ ഓഫ് ദി ഇനീഷ്യൽ സ്റ്റുഡൻസ് ഓഫ്
സർഗക്ഷേത്രയായിരുന്നു എൻ്റെ ചേച്ചി. അപ്പം അങ്ങനെ അതിനുശേഷം ഞാൻ കീബോർഡ് പഠിക്കാനും, പിന്നെ എൻ്റെ അനിയൻ നല്ലൊരു ക്ലാസിക്കൽ സിംഗറാണ്, അപ്പം അവനാണെങ്കിലും സർഗക്ഷേത്രയിൽ പഠിച്ചു. അപ്പം സർഗക്ഷേത്ര ആസ് എ കൾച്ചറൽ അക്കാഡമി ഇനീഷ്യലി ഇങ്ങനത്തെ ട്രെയിനിങ്സ് ഒക്കെ ആയിരുന്നു, മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് അതുപോലെ പാട്ട് ഡാൻസിൻ്റെ ട്രെയിനിങ് ആയിരുന്നു സർഗക്ഷേത്ര തുടങ്ങുമ്പം. അപ്പോൾ അതിലെല്ലാം ഞങ്ങൾ ആക്റ്റീവ്ലി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ചെത്തിപ്പുഴയിൽ തന്നെയാണ് സർഗക്ഷേത്ര. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ചെത്തിപ്പുഴ പള്ളിയുമായിട്ട് അസോസിയേറ്റഡ് ആണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് അവൈലബിളും ആക്സസിബിളും ആയിട്ടുള്ള ഒരു വലിയ കൾച്ചറൽ സെൻറ്റർ. ഇന്ന് പറയുകയാണെങ്കിൽ നമ്മൾ കേരളത്തിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് കൾച്ചറൽ അക്കാഡമീസ് ആണ് സർഗക്ഷേത്ര. അപ്പം അതിൻ്റെ തുടക്കം കാലഘട്ടം തൊട്ട് നമുക്കതിൽ പാട്ടാവാൻ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ എൻ്റെ പേരൻസ് പ്രൊഫഷണൽ ഫോറത്തിൻ്റെ ഇനീഷ്യൽ സമയത്ത് തന്നെയുള്ള മെമ്പേഴ്സാണ്, ഇന്നും മെമ്പേഴ്സാണ്. അപ്പം അതിലൂടെ ഒരുപാട് ആക്ടിവിറ്റീസും ഞങ്ങൾക്ക് കിട്ടുന്നുണ്ടായിരുന്നു. അതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പം അലക്സ് പ്രായ്ക്കളവച്ചൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ആക്ടിവിറ്റീസ്, അതായത് നമ്മുടെ ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് ആർട്ടിസ്റ്റുകളും ഒക്കെ വന്ന് അവിടെ പെർഫോം ചെയ്യുന്നുണ്ട്. ഡാൻസ് ഷോസ് ആണെങ്കിലും നാടകം, സൂര്യ കൃഷ്ണമൂർത്തി സാറിൻ്റെ നാടകങ്ങൾ, ഞാൻ ഇതുപോലെ അഭിനയിക്കാൻ താല്പര്യമുള്ളത് കാരണം എനിക്ക് നാടകങ്ങൾ വരുമ്പോൾ കാണാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. കൂടാതെ എൻ്റെ ജീവിതം പോലെയുള്ള പരമ്പരകൾ, ഒരുപാട് റിനൗൺഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് അവർ ഒരു ക്ലോസ് സർക്കിളിലിരുന്ന് അവർ സംസാരിക്കുന്നത് ഒരു കുട്ടി എന്ന നിലയിൽ കേൾക്കാൻ സാധിച്ചത് ഒരു പക്ഷേ എൻ്റെ ലൈഫിലെ മേജർ ഒരു ക്രൂഷ്യൽ ഫാക്ടർ ആയിരുന്നിരിക്കാം. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ഡോക്ടർ ബാബു പോൾ IAS ഒക്കെ വന്ന് സംസാരിച്ച സമയത്ത് ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മെമ്മറീസൊക്കെ ഇന്നവരില്ല എങ്കിൽ പോലും അന്ന് കേട്ട കാര്യങ്ങളും അന്ന് ആ ഒരു റിയൽ ടൈമിൽ അവരെ കണ്ട് ആ ഒരു ഇൻസ്പിറേഷൻ നേടാൻ സാധിച്ചത് നമുക്ക് വലിയ 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 ഫാക്ടേഴ്സാണ്. അപ്പോൾ ഇന്നും ആ ഒരു എൻ്റെ ജീവിതം പരമ്പര ഇങ്ങനെ നീണ്ടു പോകുമ്പോൾ ഞാൻ ഓർക്കും അത് നമുക്ക് ആ ഒരു ഭയങ്കര ഒരു എന്താ പറയുക ഒരു ട്രഷർ പോലെയാണ്. നമുക്ക് ഇത്രയും അടുത്ത ആ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ അവൈലബിൾ ആവുക. ഇന്ന് ഈ റേഡിയോ ഒക്കെ ആണെങ്കിലും വളരെ ഗ്രേറ്റ് ലെവൽ ഓഫ് വർക്കാണ് ചെയ്യുന്നത്. അത് ഏത് ഇനീഷ്യേറ്റീവിൽ കൈയെടുത്ത് വെച്ചാലും അതിൽ വളരെ ഭംഗിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ സർഗക്ഷേത്രയ്ക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരുപാട് സന്തോഷമുണ്ട്. ഞാൻ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ആ ഒരു ഫോർമേഷൻ ലഭിച്ചതിൻ്റെയൊക്കെ. പിന്നെ തുടർന്ന് ലേറ്റസ്റ്റ് ആയിട്ട് സിവിൽ സർവീസിനൊക്കെ ട്രെയിനിങ്ങുകളും പല പല ഫോറിൻ ലാംഗ്വേജസിൻ്റെ ട്രെയിനിങ്ങും ഒക്കെ സർഗക്ഷേത്ര ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്ന് വൺസ് ഞാൻ അവിടെ സിവിൽ സർവീസ് അവർ ട്രെയിനിങ് എടുക്കുന്ന സമയത്ത് ഞാൻ കുട്ടികളോട് പോയി ഒന്ന് ഇൻറ്ററാക്ട് ചെയ്തിരുന്നു. അങ്ങനെ എല്ലാ രീതിയിലും സോഷ്യലി റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സർഗക്ഷേത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഭാഗമാകാൻ സാധിച്ചെങ്കിലും തുടർന്നും ഭാഗമായിക്കൊണ്ടിരിക്കാനും പറ്റുന്നതിൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇപ്പം ദിവ്യ പറഞ്ഞു എൻ്റെ ജീവിതം സീരീസ്, അപ്പോൾ അത് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സിബി മലയിൽ സാർ വന്നു 45ാമത്തെ എൻ്റെ ജീവിതമാണ് കഴിഞ്ഞത്. അപ്പോൾ എന്തായാലും അത് ഇപ്പം ദിവ്യ IAS ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്ന് അറിയുന്നതിലും ഒരുപാട് സന്തോഷം. എന്തായാലും അങ്ങനെ സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുന്നത്. അതിനി ഒരു പാട്ടിലൂടെ ആവാം. പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത ചോദ്യങ്ങളും ഉത്തരവുമായിട്ട് ഇമ്മിണി വെള്ളരാളിൽ ഞങ്ങളുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിണി വെള്ളരാളാണ് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദിവ്യ IAS. യെസ്, ദിവ്യ IAS. ദിവ്യ, നമ്മളങ്ങനെ ദിവ്യയുടെ ഓരോ ഡയമെൻഷൻസിലൂടെയും നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇനി നമുക്ക് ആർട്ടിസ്റ്റിക് മേഖലയിലേക്ക് ആ ഒരു ആർട്ടിസ്റ്റ് ദിവ്യനെ കുറിച്ച് പറയാം. കാരണം മുമ്പേ ദിവ്യ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഭിനയത്തോടൊക്കെ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. പിന്നെ നമ്മുടെ സർഗക്ഷേത്ര FM സ്റ്റേഷൻ ഡയറക്ടറായിട്ടുള്ള ഫാദർ സിജോയുടെ നേതൃത്വത്തിലുള്ള നാടകത്തിലൊക്കെ അഭിനയിച്ചിരുന്നു. അച്ഛൻ പറഞ്ഞു ബെസ്റ്റ് ആക്ട്രസ് അവാർഡൊക്കെ നേടിയ കുട്ടിയാണ് എന്നുള്ളതൊക്കെ പറഞ്ഞു. സോ ആ ഒരു ദിവ്യയെ ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താവോ? കീബോർഡൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു. സോ ആ ഒരു ഇൻട്രസ്റ്റ്, കീബോർഡ് ആയിക്കോട്ടെ, നാടകമായിക്കോട്ടെ, അഭിനയമായിക്കോട്ടെ, എന്തായിരുന്നു ആ ഒരു ദിവ്യനെ ഒന്ന് പരിചയപ്പെടുത്തിക്കാമോ? നാടകത്തിലേക്ക് ഞാൻ വരുന്നത് ആക്ച്വലി ഞങ്ങളുടെ ചെത്തിപ്പുഴ സൺഡേ സ്കൂൾ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു സൺഡേ സ്കൂളാണ്. ചെത്തിപ്പുഴ തിരുഹൃദയ ദേവാലയമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് അവിടെ സൺഡേ സ്കൂൾ. അപ്പം അവിടെയാണ് നിങ്ങളുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള RJ ഫാദർ സിജോ ചെയ്നാടൻ. അച്ഛൻ എന്ന ബ്രദറായിരുന്നു, അച്ഛനാകാൻ വേണ്ടി പഠിക്കുന്നൊരു സമയമായിരുന്നു. അപ്പം അവിടുത്തെ സൺഡേ സ്കൂളുമായിട്ട് അസോസിയേറ്റഡ് ആയിരുന്നു. അപ്പം നാടകത്തിൻ്റെ ഡയറക്ടറായിട്ട് നാടകം ലീഡ് ചെയ്യാനായിട്ട് അച്ഛൻ ആ സമയത്ത് ഉണ്ടായിരുന്നു. അപ്പം ഞാനിങ്ങനെ കുഞ്ഞു കുട്ടിയായിട്ട് എനിക്കൊന്ന് 7th ഏതാണ്ട് പഠിക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ഇനീഷ്യലി വന്ന യൂതിത്ത് എന്ന് പറയുന്ന ഒരു നാടകമായിരുന്നു. ബൈബിളിലെ ഒരു കഥാപാത്രമാണ്. അപ്പം അങ്ങനെ
ഞാൻ ആദ്യം പോയി അച്ഛനെ മീറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എങ്ങനെ സ്റ്റേജിൽ കയറിയിട്ടുണ്ട്, പക്ഷേ എന്നാലും അഭിനയിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് കോൺഫിഡൻസും പ്രസൻറ്റേഷനും ഒക്കെ വേണ്ടതാണ്. അപ്പം അങ്ങനെ ആദ്യം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ചെന്ന് നിൽക്കുമ്പോഴത്തേക്കും അഭിനയിക്കുമ്പോഴത്തേക്കും എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. കൈ എപ്പോഴും ബാക്കി കെട്ടിയേ സംസാരിക്കാൻ പറ്റത്തുള്ളായിരുന്നു. കൈ എടുത്തിട്ടുള്ള ഇമോഷൻസ് ഒന്നും എനിക്ക് വരത്തില്ലായിരുന്നു. പക്ഷെ എന്നാലും പിന്നീട് അച്ഛൻ്റെ ഗൈഡൻസിൽ പല പല കാര്യങ്ങൾ മനസ്സിലാക്കാനും അഭിനയത്തിൻ്റെ ബാലപാഠങ്ങൾ അവിടെ നിന്നാണ് കിട്ടിയത്. അച്ഛൻ അഭിനയിച്ചൊക്കെ കാണിച്ചു തരുമായിരുന്നു. അതുപോലെ ഡയലോഗ്സ് പഠിക്കാനും ഞങ്ങളുടെ അന്നത്തെ ആ ഒരു ടീമുമായിട്ട് നല്ലപോലെ ഇൻറ്ററാക്ട് ചെയ്യാനും എന്നെ പതിയെ പതിയെ ഇമ്പ്രൂവ് ചെയ്തെടുക്കാനും സാധിച്ചു. അങ്ങനെ പിന്നീട് ഉള്ള 4-5 വർഷത്തോളം സൺഡേ സ്കൂളിൻ്റെ ഭാഗമായിട്ട് കലോത്സവങ്ങളിൽ പോവുമായിരുന്നു. അങ്ങനെ അവിടെയാണ് 2 വർഷം ബെസ്റ്റ് ആക്ട്രസ് ആവാനും ഒക്കെ അവസരം കിട്ടിയത്. അപ്പം ഇന്നും അച്ഛനുമായിട്ടുള്ള ബന്ധം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. കാരണം അന്നും പഠനത്തിലും സിവിൽ സർവീസിൻ്റെ സ്വപ്നങ്ങളിലും ഒക്കെ ഞാൻ അച്ഛനുമായിട്ട് ഷെയർ ചെയ്യുമായിരുന്നു. അപ്പം അച്ഛൻ ഈക്വലി സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞാൻ എപ്പോഴും എന്ത് അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അച്ഛനെ അറിയിക്കുമായിരുന്നു. എങ്ങനെയാണ് ഇത് കിട്ടി എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അതൊരു സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെ എല്ലാ രീതിയിലും ഇപ്പോൾ കീബോർഡ് പഠിച്ചതാണെങ്കിൽ പോലും എന്താ പറയുക, നമ്മുടെ ടൈമിനെയൊക്കെ നല്ലപോലെ യൂസ് ചെയ്യാനും വെറൈറ്റി കൊണ്ടുവരാൻ, ലൈഫിൽ വെറൈറ്റി, ഞാൻ എപ്പോഴും വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എപ്പോഴും ഒരു കാര്യത്തിൽ മാത്രമല്ല, ദിവ്യ എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലൂടെ ആളുകൾ അറിയണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഡ്രീം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ അതാണ് അഭിനയത്തിലും എന്നെ ഹെൽപ്പ് ചെയ്തത്. പിന്നെ സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും അഭിനയിക്കാൻ കയറുമ്പോഴത്തേക്കൊരു വല്ലാത്തൊരു ഹരമായിരുന്നു എനിക്കത്. കാരണം നമ്മളെ തന്നെ മറക്കുകയാണല്ലോ നമ്മൾ ആ ഒരു 10-15 മിനിറ്റ്. അപ്പം അത് ഞാൻ ഇന്നും എൻജോയ് ചെയ്യുന്നു. ക്യാമറയുടെ ഫ്രണ്ടിലായിരിക്കാനും കോൺഫിഡൻസോടെ പ്രസൻറ്റ് ചെയ്യാനും വേറൊരു കഥാപാത്രമായി മാറാനും ഒക്കെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫോർമേഷൻ അവിടെ നിന്നാണ് ലഭിച്ചത്. ഇനി അപ്പം എന്തെങ്കിലും നമുക്ക് അറ്റംപ്റ്റ് നടത്തുന്നുണ്ടോ അഭിനയത്തിൻ്റെ മറ്റേതെങ്കിലും മേഖലയിലേക്ക്? അഭിനയം തൽക്കാലം ആരും എനിക്ക് അവസരം തന്നിട്ടില്ല. തന്നാൽ ഞാൻ അഭിനയിച്ചിരിക്കും അല്ലേ? ആ ചലഞ്ച് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറ്. ഓക്കെ. അപ്പൊ എന്തായാലും പാട്ടുകൾ വരുന്നുണ്ട്. പാട്ടുകൾക്ക് ശേഷം അടുത്ത ചോദ്യങ്ങളും ഉത്തരവുമായിട്ട് ഇമ്മിണി വെള്ളരാളിൽ ഞങ്ങളുണ്ട്. സോ കീപ് ഓൺ ലിസണിംഗ് ടു സർഗക്ഷേത്ര 89.6 FM. കാതോരം കരുതലായി കാലത്തിനൊപ്പം. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി വെള്ളരാളാണ് നമ്മുടെ കൂടെ ഇന്നുള്ള സ്പെഷ്യൽ ഗസ്റ്റ്. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ദിവ്യ ആൻഡ് മാത്യു. പിന്നെ ഇപ്പം നമ്മൾ അഭിനയം അതുപോലെ തന്നെ കീബോർഡ് മാത്രമല്ല എഴുത്തും നമ്മുടെ പേരിലുള്ള റൈറ്റർ ദിവ്യ എന്നുള്ള ഇതുകൂടെ ഒരു ടാഗ് കൂടെ നമുക്കുണ്ട്. നമുക്കറിയാം ഡിഫീറ്റ് ഡിസ്കവറീസ് എ ജേർണി ത്രൂ ലൈഫ്സ് ചലഞ്ചസ് ആൻഡ് പേഴ്സണൽ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് ദിവ്യ എഴുതിയ ബുക്കാണ്. സോ ആ ഒരു ബുക്കിനെ കുറിച്ച് എന്താണ് അതിനെ പ്രേരിപ്പിച്ചത് എന്നുള്ളതും കൂടെ ഒന്ന് പറയാമോ? ഡിഫീറ്റ് ഡിസ്കവറീസ് എന്ന് പറഞ്ഞാൽ ഞാൻ 2025 റിലീസ് ചെയ്ത ബുക്കാണ്. ഞാനത് എഴുതിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിന് ഞാൻ ക്വാളിഫൈ ആകാതിരുന്ന സമയത്താണ് ഞാനത് എഴുതിയത്. എന്ന് പറഞ്ഞാൽ സിവിൽ സർവീസിൽ എനിക്കുണ്ടായ ഫെയിലിയർ ഒരുപക്ഷെ എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയൊരു വിഷമത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, കാലഘട്ടമായിരുന്നു. കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രമിച്ചു. ഒരുപാട് വർഷത്തെ സ്വപ്നമായിരുന്നു. കാരണം ഒരു വർഷത്തെ സ്വപ്നമല്ല, 2 വർഷത്തെ അല്ല, ഒരു 10ാം ക്ലാസ് തുടങ്ങി നമ്മൾ സ്കൂൾ ടൈം തൊട്ട് കണ്ട ഒരു സ്വപ്നമാണ്. അപ്പോൾ ഇത് നടക്കില്ല എന്നുള്ളൊരു പോസിബിലിറ്റി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലായിരുന്നു. കാരണം എല്ലാം ചെയ്യാൻ പറ്റുന്ന പോലെ ഇതും ഫസ്റ്റ് ടൈമിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് ക്വാളിഫൈ ആകാതെ വന്നപ്പോഴും തുടർന്നുണ്ടായ നിരവധി ഫെയിലിയേഴ്സിൻ്റെ സിറ്റുവേഷൻസും എന്നെ വളരെയധികം തളർത്തി. അപ്പം മുമ്പോട്ട് എങ്ങനെ പോകും എന്നുള്ളത് ഭയങ്കര ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ നമുക്ക് ലൈഫിൽ ഒരിടത്തും സ്റ്റക്കായി നിന്ന് പോകാൻ ഒരു അവസരമില്ല. മുമ്പോട്ട് എവിടെയാണെങ്കിലും മുമ്പോട്ടേ നീങ്ങാൻ പറ്റുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് പേരുടെ ഗൈഡൻസും സപ്പോർട്ടും അതുപോലെ ലൈഫിൽ എങ്ങനെ ഡിസിഷൻസ് എടുക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഒരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോഴും മുമ്പോട്ട് നീങ്ങാനുള്ള മോട്ടിവേഷൻ, അങ്ങനെ പല പല ഫാക്ടേഴ്സും ലെസൺസും ആ ഒരു സമയത്ത് എനിക്ക് നേടാനായിട്ട് സാധിച്ചു. അപ്പോൾ അതിൻ്റെയൊക്കെ വെളിച്ചത്തിലാണ് ഡിഫീറ്റ് ഡിസ്കവറീസ് എന്ന ബുക്ക് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഡിഫീറ്റ് ഡിസ്കവറി ആ ടൈറ്റിൽ പറയുന്നത് പോലെ തന്നെ നമ്മുടെ ഫെയിലിയറിൻ്റെ സമയത്ത് നമുക്ക് വരുന്ന അനുഭവങ്ങളും പാഠങ്ങളും അതെങ്ങനെ സക്സസ്സിലേക്ക് നമുക്ക് തുടർന്നെത്തിക്കാം എന്നുള്ളതുമാണ്. ചെറിയ ചെറിയ ചാപ്റ്റേഴ്സിലാണ് ഇത് കവർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഓരോ ദിവസവും രാവിലെ എടുത്ത് വായിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു റാൻഡം ചാപ്റ്റർ വായിക്കാം. ആ ദിവസത്തേക്കുള്ള ഒരു മോട്ടിവേഷൻ കിട്ടാൻ വേണ്ടി പല ഫാക്ടേഴ്സ്, ടൈം മാനേജ്മെൻറ്റ്, ഡിസിപ്ലിൻ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കവർ ചെയ്തിരിക്കുന്നത്. അപ്പം ആമസോണിലൂടെയാണ് അത് അവൈലബിൾ ആയിരിക്കുന്നത്. എല്ലാവർക്കും ആമസോണിൽ നിന്ന് ബുക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പം എൻ്റെ ഒരു ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് പഠിച്ച പാഠങ്ങൾ ഇന്ന് ഒരുപക്ഷെ ഞാൻ ആലോചിക്കുമ്പോൾ എനിക്കത് ഓർമ്മയുണ്ടാവത്തില്ല. കാരണം ഫെയിലിയറിൻ്റെ സിറ്റുവേഷനിൽ നമ്മൾ വേറൊരു മൈൻഡ് സെറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഈക്വലി ബുദ്ധിമുട്ടായിട്ടുള്ളൊരു ഫെയിലിയറിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക്
അത് ഏറ്റവും ഹെൽപ്ഫുൾ ആയിരിക്കും. അത് അന്ന് ആയിരുന്ന ദിവ്യയ്ക്ക് അത് റിസൊണേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ അപ്പം റെക്കോർഡ് ചെയ്ത് വെച്ചത്. കാരണം ഇന്ന് തിരിഞ്ഞു നോക്കുമ്പം എനിക്ക് ആ കുട്ടി ആരായിരുന്നു എന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ പലപ്പോഴും ബുക്ക് എടുത്ത് വായിക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ എനിക്കെന്ന് തോന്നിയല്ലോ, എഴുതാൻ തോന്നിയല്ലോ എന്നുള്ള കാര്യം. അപ്പം എനിക്ക് തോന്നുന്നു അതൊരു കോൺട്രിബ്യൂഷനാണ് സൊസൈറ്റിക്ക്. നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ആ ഒരു ജേർണിയിലൂടെ കടന്നു പോകുന്ന വേറൊരാളെ ഹെൽപ്പ് ചെയ്യുമെങ്കിൽ അതിൽ കൂടുതൽ ഒന്നുമില്ല എന്നെനിക്ക് തോന്നി. അപ്പം സാധാരണ നമ്മൾ ജീവചരിത്ര കുറിപ്പുകളൊക്കെ നമ്മൾ വായിക്കുമ്പം സക്സസ്ഫുൾ ആയിട്ടുള്ള പേഴ്സണുകളെയാണ് നമ്മൾ വായിക്കാറുള്ളത്. അവരുടെ സക്സസ് സ്റ്റോറീസ് എന്തൊക്കെയാണ് നമ്മൾ അറിയുന്നത്. ബട്ട് സംടൈംസ് നമുക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മൾ തോറ്റുപോയവരുടെ കഥയും നമ്മൾ കേൾക്കണം എന്നുള്ളത്. പക്ഷേ ഇത് നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് നഷ്ടപ്പെട്ടു. അവിടെ നിന്ന് നമുക്കൊരു ഒരു ജയം അല്ലേ, ആ ഒരു 2 ഫേസും നമുക്ക് ആ ഒരു പുസ്തകത്തിൽ കാണാം. ആമസോണിൽ അവൈലബിൾ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം ദിവ്യ തന്നെ പറഞ്ഞത്, അതായത് ഇപ്പം കുറെ പേര് ഇപ്പം അത് ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം. സോ യു ജസ്റ്റ് റെഡ് ദാറ്റ്, ആ ഒരു ചാപ്റ്ററിലൂടെ കടന്നു പോയി. ഇനിയിപ്പം പുതിയൊരാള് അതിന് ഫസ്റ്റ് ചാപ്റ്റർ ഇങ്ങനെ തുറന്നതേ ഉള്ളൂ, അവരങ്ങോട്ട് കുറെ ചാപ്റ്റേഴ്സ് കടക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ ഇന്നൊക്കെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ഇതൊന്ന് മുന്നമേ അറിഞ്ഞോളൂ എന്നുള്ളൊരു അല്ലേ ഒരു ക്യൂ ഉണ്ട് അതിനകത്ത്. അപ്പം അതൊന്ന് വായിക്കാം. നമ്മുടെ Defeat Discoveries, A Journey Through Life's Challenges and Personal Transformation, written by ദിവ്യ ആൻഡ് മാത്യു, ഇസ് അവൈലബിൾ ഓൺ ആമസോൺ എന്നൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമ്മിണി വെല്ലൊരാളിൽ കൂടെ ജോ ആണ്. ഇനി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ദിവ്യയിൽ നിന്ന് ചോദിച്ചറിയാനായിട്ടുണ്ട്. സോ ചലഞ്ചസ് ഏറ്റെടുക്കുന്ന പെൺകുട്ടി അല്ലേ, നമുക്ക് കേൾക്കാം സർഗക്ഷേത്ര 89.6 FM. ഇമ്മിണി വെല്ലൊരാളിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ദിവ്യ ആൻഡ് മാത്യു. റൈറ്ററാണ്, ആക്ട്രസ് ആണ്, അഭിനയത്തോട് ഇഷ്ടമാണ്, അതേപോലെ തന്നെ ചലഞ്ചസിനെ ഏറ്റെടുക്കുന്ന ആളാണ്. ഇന്ന് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ആയിട്ട് നിൽക്കുന്നു. അപ്പം എന്തായാലും ദിവ്യനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മൾ കേട്ടറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെ ചില വാക്കുകൾ മതി മറ്റൊരാൾക്കൊരു ഇൻസ്പിറേഷൻ കിട്ടാനായിട്ട്, അവർക്കൊരു കത്തിജ്വലിക്കാനായിട്ട് ഒരു വാക്ക്, ഒരു സെൻറ്റൻസ് മതിയായിരിക്കും. ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടാൽ മതിയായിരിക്കും. അങ്ങനെ ദിവ്യയുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. 25 വയസ്സിൽ ഈ ഒരു ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനിയായി മാറുന്നു. അതിന് ദിവ്യ എടുത്ത ചില തീരുമാനങ്ങൾ, വേണ്ടാന്ന് വെച്ച കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദിവ്യ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് അറ്റംപ്റ്റ് പോയി, സെക്കൻഡ് അറ്റംപ്റ്റിൽ കിട്ടി. ആൻഡ് ആ ഒരു ടൈമിൽ കുറച്ച് നമ്മുടെ ആ ഒരു പ്രതീക്ഷ ഫുള്ള് പോയി. ആ ഒരു സമയം എങ്ങനെയായിരുന്നു അതിനെ അതിജീവിച്ചത്? അതായത് സെക്കൻഡ് വരുന്ന ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, അതിനെ എങ്ങനെ അതിജീവിച്ചു? ഓരോ സമയം ഇപ്പോൾ 10ാം ക്ലാസ് മുതൽ ഇപ്പോൾ ഈ ഒരു സമയം വരെയും സെൽഫ് മോട്ടിവേറ്റഡ് ചെയ്തത് എങ്ങനെയായിരുന്നു? ഇപ്പം ആ ഒരു ഹോപ്പ് നിലനിർത്താനായിട്ട് ദിവ്യ എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ആശ്രയിച്ചിട്ടുണ്ടായിരുന്നു? അതും കൂടെ ഒന്ന് പറയാമോ? അപ്പോൾ ഇനീഷ്യലി ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 3 സ്റ്റേജസ് ഉണ്ട്. ഞാൻ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ എനിക്ക് ക്വാളിഫൈ ആകാൻ സാധിച്ചില്ല. ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രിലിമിനറി എക്സാമിനേഷൻ ഞാൻ പറഞ്ഞ പോലെ 2 പേപ്പേഴ്സ് ഉണ്ട്. ആ ഒരു 2 പേപ്പറിൽ ബുദ്ധിമുട്ടുള്ള ജനറൽ സ്റ്റഡീസ് പേപ്പറിന് എനിക്ക് മാർക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്വാളിഫയിങ് പേപ്പറായിട്ടുള്ള ആപ്റ്റിറ്റ്യൂഡും ഒക്കെയുള്ള പേപ്പറിനാണ് എനിക്ക് മാർക്ക് കുറഞ്ഞു പോയത്. അതെനിക്ക് ശരിക്കും പറഞ്ഞാൽ ഷോക്കിംഗ് ആയിരുന്നു. കാരണം നാച്ചുറലി എല്ലാവരും ജനറൽ നോളജിൻ്റെ പേപ്പറിലായിരിക്കും മാർക്ക് കുറഞ്ഞു പോവുക. അപ്പോൾ CSAT-നാണ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പേപ്പറിനാണ് മാർക്ക് കുറഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ചലഞ്ചിങ്, മീൻസ് വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യമായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കി, ഞാൻ മാത്സിനോട് ഒത്തിരി വലിയ താല്പര്യമുള്ള ആളല്ലായിരുന്നു. അപ്പം ഞാൻ ഒരു പക്ഷെ അതിന് കുറച്ച് ഫോക്കസേ കൊടുത്തുള്ളായിരുന്നു. അപ്പോൾ അതായിരിക്കാം എന്നെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച കാര്യം, എനിക്ക് നെഗറ്റീവായി വന്ന കാര്യമെന്ന് എനിക്ക് തോന്നി. അപ്പം ആ ഒരു ഇനീഷ്യൽ ലെവലിൽ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. ഞാൻ ഈ പറഞ്ഞ പോലെ ലൈഫിൽ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിരുന്ന ഒരാൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത് കിട്ടിയില്ല എന്ന് പറയുമ്പം എനിക്ക് തന്നെ അത് സെൽഫ് റിയലൈസേഷൻ എടുക്കാൻ തന്നെ കുറേ സമയമെടുത്തു. പിന്നെ ഫാമിലി ആണെങ്കിൽ എല്ലാവർക്കും ഒരു വിഷമത്തിൻ്റെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു, നല്ല വിഷമമുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അവിടെ മുൻപോട്ട് പോകാൻ എന്നെ മോട്ടിവേറ്റ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എപ്പോഴും ലൈഫിൽ എന്ത് കാര്യം ചെയ്താലും അതിൽ നമ്മുടെ 100% കോൺട്രിബ്യൂഷൻ വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഒന്നുകൂടെ പോയി ട്രൈ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ ഇതിൽ ക്ലിയർലി വിസിബിൾ ആയിരുന്നു ഞാൻ മാത്സിനോ മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡിനോ ഞാൻ ഫോക്കസ് കൊടുത്തില്ല എന്നുള്ളത് 100% ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. രണ്ടാമത്തെ കാര്യം, ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റിന് പ്രിപ്പയർ ചെയ്ത് വീട്ടിലായിരുന്നു. ഞാനൊരു മോക്ക് പരീക്ഷ പോയി ഒരു എക്സാം എൻവയോൺമെൻറ്റിലിരുന്ന് എഴുതുകയൊന്നും ചെയ്തില്ല, തന്നെ പഠിച്ചു, വീട്ടിലിരുന്ന് തന്നെ മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി, അങ്ങനെയായിരുന്നു ചെയ്തത്. അപ്പോൾ 2 കാര്യങ്ങൾ, ഈ ഒരു പ്രാക്ടീസിൻ്റെ മേഖലയിലും അതുപോലെ തന്നെ CSAT എന്ന് പറയുന്ന ആപ്റ്റിറ്റ്യൂഡിൻ്റെ പേപ്പറിന് ഫോക്കസ് കൊടുക്കാത്ത ഈ 2 കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാതെ ഞാൻ ആ ഒരു മേഖലയിൽ നിന്ന് മാറിപ്പോയാൽ എപ്പോഴും എൻ്റെ ലൈഫിൽ അതൊരു റിഗ്രറ്റ് ആയിട്ട് കിടക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ വളരെ കൺവിക്ഷനോടെ എനിക്ക് തോന്നുന്നു ആ ഒരു ട്രാൻസിഷൻ ഭയങ്കര ഈസി ആയിരുന്നു. കാരണം I was clear that there were 2 mistakes that I made.
അപ്പം അങ്ങനെ ഞാൻ അത് രണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ട് മോക്ക് പരീക്ഷകളൊക്കെ കൃത്യമായി ഒരു എക്സാം എൻവയോൺമെൻറ്റിൽ പോയി ഇരുന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യാനും CSAT എന്ന് പറയുന്ന എനിക്ക് ബുദ്ധിമുട്ടായിട്ടുള്ള മെൻ്റൽ ആപ്റ്റിറ്റ്യൂഡിൻ്റെ പേപ്പറിന് എക്സ്ട്രാ ഫോക്കസ്, ഈക്വൽ ഫോക്കസ് തന്നെ കൊടുത്തുകൊണ്ട് രണ്ടാമത്തെ തവണ പരീക്ഷ എഴുതുമ്പോൾ അതിന് 3 മാർക്കിനാണ് എനിക്ക് കട്ട് ഓഫ് നഷ്ടപ്പെട്ടതെങ്കിൽ 20-30 മാർക്ക് കൂടുതലോടുകൂടി തന്നെ അത് പാസ്സാവാനുമുള്ളൊരു കോൺഫിഡൻസ്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ ആ ഒരു സെക്കൻഡ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് പറ്റുന്നതിൻ്റെ ഒരു പരമാവധി ഞാൻ അതിൽ കൊടുത്തു. ഇനി ഇതിൽ കൂടുതൽ എനിക്കതിൽ ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നി. അപ്പം എനിക്കത് ലൈഫിൽ എല്ലാ കാര്യങ്ങളിലും ആ ഒരു ലോ തന്നെയാണ് ആപ്ലിക്കബിൾ. അതായത് നമ്മുടെ 100% നമ്മൾ അവിടെ ആയിരിക്കുന്ന സമയം 100% കൊടുക്കുക, പിന്നീട് അതിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് കാര്യമില്ല. അപ്പം ആ ഒരു ഫാക്ടർ തന്നെയാണ്. പിന്നെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ശരിക്കും എല്ലാ ദിവസവും എഴുന്നേറ്റ് നമുക്ക് ഈക്വൽ ലെവൽ ഓഫ് മോട്ടിവേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം ഇത് പുറത്തുനിന്ന് നോക്കിയാൽ തന്നെ ഒരു രീതിയിൽ ലോജിക്കലി പോലും ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം 10 ലക്ഷം 5 ലക്ഷം പേര് എഴുതിയാൽ 1000 പേര് വരിക എന്ന് പറഞ്ഞാൽ IITiansഉം ഡോക്ടേഴ്സും ഒക്കെയാണ് ഒരു 70% എക്സാം എഴുതുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പോസിബിലിറ്റി ഇല്ല. പക്ഷേ അവിടെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ 100% കൊടുക്കാൻ പറ്റിയോ അതുപോലെ ദൈവാനുഗ്രഹം. ഞാൻ അവിടെ ബാംഗ്ലൂർ പ്രിപ്പയർ ചെയ്യുന്ന സമയത്തായിരുന്നു എല്ലാ ദിവസവും ഞാൻ കുർബാനയ്ക്ക് പോകുമായിരുന്നു, ഹോളി മാസിന് പോകുമായിരുന്നു. അപ്പം നമ്മൾ പറയില്ലേ താൻ പാതി ദൈവം പാതി. അപ്പം ആ 2 പാതിയും ഉണ്ടെങ്കിൽ പിന്നീട് വരുന്ന കാര്യങ്ങൾ എൻ്റെ കൺട്രോളിലല്ല, അതിനെക്കുറിച്ച് ഞാൻ വെറീഡുമല്ല. ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ പോലും ഞാൻ പതറിയേയില്ല. കാരണം ഞങ്ങളുടെ പാറ്റേണൊക്കെ ഇച്ചിരി മാറിയായിരുന്നു 2023 എക്സാമിന്. പക്ഷേ അതൊന്നും കാണുമ്പോൾ എനിക്കൊരു പേടിയില്ല. കാരണം ഇതിൽ കൂടുതൽ എനിക്ക് ചെയ്യാനൊന്നുമില്ലായിരുന്നു എന്നുള്ള ആ ഒരു ബോധ്യം, ആ ഒരു ധൈര്യം, പിന്നെ ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ബ്ലെസ്സിങ്ങിൻ്റെ ഒരു ഫാക്ടർ, ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ലൈഫിൽ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇനി അത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ തന്നെ അതിനൊരു നിമിത്തം ഉണ്ടായിരുന്നു, കിട്ടാതിരിക്കാനും ഒരു കാരണം ഉണ്ടായിരുന്നു എന്നുള്ളത് മനസ്സിലാക്കാനും നമുക്ക് സാധിക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഓരോ തീരുമാനങ്ങളല്ലേ 100% കൊടുത്തുകൊണ്ട് ഇന്ന് ഈ ഒരു പൊസിഷനിൽ ദിവ്യ നിൽക്കുന്നു. ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ആയിട്ട് നിൽക്കുന്നു. അതിൻ്റെ പിന്നിലെ ദിവ്യയുടെ കഥകൾ, അല്ലെങ്കിൽ ദിവ്യയുടെ കഥകൾ എന്ന് പറയുന്നില്ല, ദിവ്യയുടെ ആ ഒരു അനുഭവങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇമ്മിണി വെള്ളിരാളിലൂടെ നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ന് ദിവ്യ ഇങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിനേറ്റവും പങ്ക് വഹിച്ചിട്ടുള്ള ദിവ്യയുടെ പേരൻസ്, ദിവ്യയുടെ ആ ഒരു POVക്ക് അനുസരിച്ച് ദിവ്യയ്ക്കൊപ്പം ഞങ്ങളുണ്ട് പിന്നിൽ എന്ന് പറഞ്ഞു നിന്ന് അവരെക്കുറിച്ച് നമുക്ക് കേൾക്കണം. അതുപോലെയുള്ള പേരൻസിനോട് ദിവ്യയ്ക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി വെള്ളിരാളിലൂടെ കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര 89.6 FM-ൽ ഇമ്മിണി വെള്ളിരാളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ള സ്പെഷ്യൽ ഗസ്റ്റ് ദിവ്യ IAS, കൂടെയുള്ളത് ജോ. അപ്പം ദിവ്യ, നമ്മൾ ദിവ്യയുടെ ആ ഒരു ദിവ്യ ചരിതം നമ്മൾ കേട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം എന്തായാലും ദിവ്യ, ഇനി അടുത്തത് കേൾക്കാനായിട്ടുള്ളത് ദിവ്യയുടെ പാരൻസിനെ കുറിച്ചാണ്. 2 ചോദ്യം. ദിവ്യയുടെ പാരൻസിനെ കുറിച്ച് അറിയണം, അതുപോലെ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുടെ പാരൻസിന് ഇപ്പം ഈ ഒരു സ്വപ്നം കാണുന്ന ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ മക്കളെ ഈ ഒരു നിലയിലേക്ക് എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പാരൻസ് ഉണ്ട്. ആക്ച്വലി അവരുടെ കുട്ടികളുടെയും മാതാപിതാക്കളുടെയും സ്വപ്നം ഒരുപോലെ ചേർന്ന് പോകുന്ന ഒരുപാട് ഫാമിലീസ് ഉണ്ട്. അപ്പം അവരോട് എന്താണ് ദിവ്യയ്ക്ക് പറയാനായിട്ടുള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ പേരൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ അവർ വളരെ വലിയൊരു സപ്പോർട്ട് സിസ്റ്റം ആയിരുന്നു. കാരണം സിവിൽ സർവീസ് എന്ന സ്വപ്നത്തിലേക്ക് വരുന്നതിന് എത്രയോ മുൻപ് തന്നെ ഞാൻ ഒരുപാട് കലാപരിപാടികളിൽ പറഞ്ഞ പോലെ പങ്കെടുക്കുമായിരുന്നു. അപ്പം ഏത് കോമ്പറ്റീഷൻ എവിടെ പോയി അറ്റൻഡ് ചെയ്യണമെന്നുള്ളത് ഒരു പ്രശ്നമല്ല, എവിടെ വരാനും എന്തും ചെയ്യാൻ കൂടെ റെഡിയായി, നീ ജസ്റ്റ് ചെയ്താൽ മതി, കൂടെ എല്ലാ സപ്പോർട്ടിനും ഞങ്ങളുണ്ട് എന്ന് പറയുന്നത് എനിക്കൊന്ന് ഭയങ്കര വലിയ ബ്ലെസ്സിങ് ആണ്. അത് കൊടുക്കാൻ പറ്റുന്ന നമ്മൾ പേരൻസ് ആയിട്ടുള്ളവരെല്ലാം ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം നമ്മുടെ ഫാമിലി ലെവലിൽ നമ്മൾ തടസ്സങ്ങൾ ക്രിയേറ്റ് ചെയ്താൽ കുട്ടികൾക്ക് ചിലപ്പോൾ അത് വലിയ ഡീമോട്ടിവേഷൻ ആയിട്ട് മാറും. അപ്പം അങ്ങനെ നമ്മുടെ ഓരോ കുട്ടിയും എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ളൊരു ട്രഷർ പോലെയാണ്. അവരുടെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് അവർക്ക് തന്നെ റിയലൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പതിയെ അത് മോൾഡ് ചെയ്ത് എടുക്കുമ്പോഴത്തേക്കും എല്ലാ വാതിലുകളും തുറന്നിട്ട് കൊടുത്താൽ അവർ ഏത് വാതിലും, അതായത് ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്നു അൺലിമിറ്റഡ് എന്ന് പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ ഒരു ലെവൽ എന്ന് പറഞ്ഞാൽ. കാരണം ഇവിടെ ഇരുന്ന് നമുക്ക് അമേരിക്കയിലുള്ള കാര്യങ്ങളും എല്ലാം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ. അപ്പം
ആ ഒരു രീതിയിൽ എൻ്റെ പേരൻസ് ഡിസിഷൻ മേക്കിംഗ് പവർ പണ്ട് മുതലേ എനിക്ക് തന്നു. ഞാൻ എന്ത് ഡിസിഷൻ എടുത്താലും അതിന് കൂടെ നിൽക്കാനായിട്ട്. ഇടയ്ക്ക് ഇച്ചിരി പിടിവാശിക്കുള്ള ആളാണെങ്കിൽ പോലും ആ ഡിസിഷനും എന്നെക്കൊണ്ട് എടുക്കാനായിട്ടുള്ള ഒരു സ്പേസ് അവർ തന്നത് കാരണം എനിക്ക് എന്നിലൊരു കോൺഫിഡൻസ് വന്നു. ഞാൻ എടുക്കുന്ന ഡിസിഷൻസ് തെറ്റിപ്പോവില്ല, എടുത്തോളൂ, ധൈര്യമായിട്ട് എടുത്തോളൂ എന്നുള്ള ഒരു കാര്യത്തിൽ. ഇപ്പം ഞാൻ ഹ്യൂമാനിറ്റീസ് എടുത്താലും 10 A+ എല്ലാം കിട്ടി, ഫുൾ A+ ഉള്ള ഒരാൾ ഹ്യൂമാനിറ്റീസ് എടുക്കാമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ എല്ലാവരും ചോദിക്കും എന്തിനാണ് പഠിക്കുന്നത്. അതുപോലെ എൻ്റെ ഫാമിലിയിൽ ഫസ്റ്റ് ആണെന്ന് തോന്നുന്നു ഒരാൾ ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത്. അതുപോലെ തന്നെ അതിനുശേഷം എക്കണോമിക്സ് ആണെങ്കിലും പഠിക്കാനും ഒക്കെ എന്താ പറയുക, ഒന്നിലൊരു നോ പറഞ്ഞില്ല. അതുപോലെ സിവിൽ സർവീസിനെ കുറിച്ചുള്ള ഡിസിഷൻസ് ആണെങ്കിലും എപ്പോൾ പരീക്ഷ എഴുതണം, ഇനി എഴുതണ്ട എന്നൊക്കെ ഉള്ള ഡിസിഷൻസ് എല്ലാം ഞാൻ തന്നെയാണ് എടുത്തത്. ഒരു പരിധി കൂടുതൽ അവർ അതിലൊന്നും ഒരു ഇൻ്റർഫിയർ ചെയ്തിട്ടില്ല. അപ്പം എനിക്ക് പേരൻസിനോട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പേരൻസിനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ കുട്ടികളെ ഒരു എന്താ പറയുക, നിങ്ങളുടെ കൺട്രോളിൽ വെക്കുക എന്നുള്ളതല്ല, അവർക്ക് ശരിയായ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുക, ഡിസിഷൻസ് എടുക്കാനായിട്ട് അവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. അതുപോലെ സ്കൂൾ കാലഘട്ടത്തിലും ഒക്കെ അവരെ ഫോഴ്സ് ചെയ്തിട്ടല്ല എങ്കിലും അവർക്ക് ഇഷ്ടമെന്ന് തോന്നുന്ന കാര്യങ്ങളിലെല്ലാം പങ്കെടുപ്പിക്കുക. കാരണം ഒരു പക്ഷേ നമ്മൾ കുറച്ച് വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ പണ്ട് ചെയ്ത ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരു പക്ഷേ ഇപ്പം ഈ പറഞ്ഞ പോലെ നാടകത്തിൽ അഭിനയിച്ചു, ഇതൊക്കെ ഞാൻ ഒരുപാട് അറിവോടെ ചെയ്ത കാര്യങ്ങളൊന്നും ആയിരിക്കില്ല. പക്ഷെ അതാണ് ഇന്നും എന്നെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഞാനും ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ എന്നെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്ന കാര്യങ്ങളായിട്ട് മാറിയത്. അപ്പോൾ അതിലൊരു ക്രൂഷ്യൽ ഫാക്ടർ പേരൻസിന് പ്ലേ ചെയ്യാൻ പറ്റും. അവർക്ക് ഡിസിഷൻ എടുക്കാത്ത കാര്യങ്ങൾ പലപ്പോഴും അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ കരിയർ ഡിസിഷൻ മേക്കിംഗ് ആണെങ്കിൽ പോലും കുട്ടികളെ ഒരു പരിധി കൂടുതൽ ഒരു കാര്യത്തിലും ഫോഴ്സ് ചെയ്യാതിരിക്കുക. ഇപ്പം നമുക്ക് ചില കാര്യങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ എന്നവരോട് പറഞ്ഞാൽ അവർ ഒരു പക്ഷേ ഡീമോട്ടിവേറ്റഡ് ആയി പോവും. അപ്പം ഏത് ഇൻട്രസ്റ്റ് ഉള്ള മേഖലയിലാണെങ്കിലും അവരെ വിടുക. കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു മേഖലയിൽ അവർ എക്സെല് ചെയ്യില്ല. അതേസമയം ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യം, ഇപ്പം ജോ ചെയ്യുന്നത് പോലെ തന്നെ നല്ലൊരു റേഡിയോ ജോക്കി ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഇമ്പോസിബിൾ തിങ് ഫോർ സംബഡി എൽസ്. അപ്പം നമ്മൾ ഷൈൻ ചെയ്യുന്ന, നമ്മൾ എക്സെല് ചെയ്യുന്ന കാര്യങ്ങളിൽ പോയി ചേരുക, അതിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുക. നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ടോപ്പായിട്ട് നിൽക്കുക എന്നുള്ള ഒരു ഫാക്ടർ അത് പേരൻസിന് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അത് ചെയ്യണമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഇനി ദിവ്യ ആൻഡ് മാത്യുവിൻ്റെ ലൈഫിൽ വാട്ട് നെക്സ്റ്റ് എന്നുള്ളതാണ് ചോദ്യം. പക്ഷെ നമ്മുടെ റേഡിയോയിൽ ഇനി നെക്സ്റ്റ് പാട്ടുകളാണ്. പാട്ടുകൾക്ക് ശേഷം കേൾക്കാം സർഗക്ഷേത്ര 89.6 FM കൂടെ ജോ ആണ്. 89.6 FM സർഗക്ഷേത്ര. സർഗക്ഷേത്ര 89.6 FM ഇമ്മിനി വലിയൊരാളാണ്. നമ്മളിതാ ഇങ്ങനെ ഇരട്ടി മധുരം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ സർഗക്ഷേത്രയുടെ പെൺകുട്ടി, ചങ്ങനാശ്ശേരിയുടെ അഭിമാനം, ദിവ്യ ആൻഡ് മാത്യു ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ആയിട്ടുള്ള ആ സംസാരം ഇങ്ങനെ നീണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ദിവ്യയുടെ ലൈഫിൽ ഇനി അടുത്തത് എന്താണ് ബാക്കി? ഇത് ഒരുപാട് പേരുടെ ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം ഈ ഒരു ചെറുപ്പത്തിലെ ഈ ഒരു പൊസിഷനിലെത്തി ഒരുപാട് ആഗ്രഹങ്ങളെ ചലഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതിന് വരുന്ന ചലഞ്ചസിനെ ഏറ്റെടുക്കുന്ന ഒരു പെൺകുട്ടിയാണ്. സോ വാട്ട് നെക്സ്റ്റ്? എന്താണ് ഇനി ദിവ്യയ്ക്ക് ആഗ്രഹമുള്ളത്? അല്ലെങ്കിൽ എന്താണ് അടുത്ത തീരുമാനമൊന്നും പറയണമെന്നില്ല, പക്ഷെ എന്താണ് ഇനി അടുത്തത്? ഈ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരുപാട് അങ്ങനെ ലോങ് ടേം വിഷൻ കാണുന്ന ആളല്ല. എന്ന് പറഞ്ഞാൽ 15 വർഷം കഴിഞ്ഞ് എവിടെ ഇരിക്കണം, ഇന്ന ഓഫീസിലെത്തണം, അങ്ങനെയൊന്നും ഞാനിപ്പോൾ ഡ്രീം ചെയ്യുന്നില്ല. കാരണം ഇത്രയും എത്തിയിടത്തോളം ഞാൻ ഹാപ്പിയാണ്. ഇനി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള സമയം എങ്ങനെ ഉപയോഗിക്കുക, അതാണ് എൻ്റെ പ്രയോറിറ്റി എപ്പോഴും വരുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ ഫിറ്റ്നസ്സിനുമായിട്ട് എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതൊരു നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ അഡ്വാൻസ് ലെവൽ ഒരു പേഴ്സണൽ ട്രെയിനർ ആവാനുള്ള, ഫിറ്റ്നസ് പേഴ്സണൽ ട്രെയിനർ ആവാനുള്ള കോഴ്സ് ഞാൻ ചെയ്യുന്നുണ്ട്. അതാണ് എനിക്ക് ഇപ്പോഴത്തെ ഒരു ഡോപ്പമിൻ ഹൈ തരുന്ന കാര്യം. ജിമ്മിൽ പോകുന്ന ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം അത് കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് അതിനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്. അപ്പം എനിക്കൊന്നും ലൈഫിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു വെറൈറ്റി ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്നു. ഇപ്പം എൻ്റെ ജോബല്ല എന്നെ ഒരിക്കലും ഡിഫൈൻ ചെയ്യേണ്ടത്. ഞാൻ എത്തുന്ന മേഖലയിൽ ഈ പറഞ്ഞതുപോലെ ദിവ്യ ഒരു വെറൈറ്റി ഇഷ്ടപ്പെടുന്ന ആളാണ്, പല പല കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നറിയാനാണ് ഞാനെപ്പോഴും ആഗ്രഹിക്കുന്നത്. അപ്പം അങ്ങനെ ഉള്ള പുതിയ പുതിയ മേഖലകൾ കണ്ടുപിടിക്കാനും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പോസ്റ്റിംഗ് ഏതായാലും 1 വർഷമോടെ കഴിഞ്ഞിട്ടായിരിക്കും. അത് ഇന്ത്യയിൽ പലയിടത്തും ആകാം. ട്രിവാൻഡ്രത്തും കൊച്ചിയിലും പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ആകാശവാണിയൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോസ്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. ഞങ്ങൾക്ക് ഏതായാലും സെൻട്രൽ സർവീസ് ആയത് കാരണം ഓൾ ഇന്ത്യ പലയിടത്തും പോസ്റ്റഡായി മാറി പോസ്റ്റിംഗ് ഉണ്ടായിരിക്കും.
അപ്പം അങ്ങനെ സർവീസ് റിലേറ്റഡ് കാര്യങ്ങളിലെല്ലാം മികവോടെ എനിക്കിപ്പോൾ ഉള്ള ഓപ്പർച്യൂണിറ്റീസും ട്രെയിനിങ്ങും എല്ലാം നല്ലപോലെ ചെയ്യാൻ ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള പാഷൻസും ഇൻട്രസ്റ്റും അതൊക്കെ ഫോളോ ചെയ്യാനും ഒക്കെ ഞാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി ശ്രമിക്കുന്നു. ടൈമിനെ ഇപ്പോഴും മാനേജ് ചെയ്ത് പുതിയ ചലഞ്ചസ് ഏറ്റെടുത്ത് എന്നെ തന്നെ എനിക്ക് തന്നെ ടാസ്കുകൾ കൊടുക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ന്യൂ ഓപ്പർച്യൂണിറ്റീസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതെല്ലാം നടക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ റോക്കി ബായ് പറയത്തില്ലേ, challenges don't like me but I like challenges. ഓക്കെ, അപ്പൊ എന്തായാലും അങ്ങനെ ചലഞ്ചസിന് ഇഷ്ടപ്പെടുന്ന ദിവ്യ ആൻഡ് മാത്യു, ഇന്ത്യൻ ഇൻഫർമേഷൻ ഓഫീസർ ട്രെയിനി ആണ് നമ്മുടെ കൂടെ ഇമ്മിണി വെള്ളിരാളിൽ. നമ്മുടെ സമയം ഏകദേശം ഇങ്ങനെ അവസാനിക്കാറായി എത്തി നിൽക്കുമ്പോൾ ദിവ്യക്ക് എന്താണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് ഇനി ഫൈനലായിട്ട് പറയാനായിട്ടുള്ളത്? ഈ ഇത്രയും അനുഭവങ്ങൾ പങ്കുവെച്ചു, ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ ആഗ്രഹത്തിലേക്കൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളാണ്. സോ എന്താണ്, കുട്ടികളുണ്ട്, മാതാപിതാക്കളുണ്ട്, മുതിർന്നവരുണ്ട്, എന്താണ് പറയാനായിട്ടുള്ളത്? എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഞാൻ ഈ പറഞ്ഞതൊന്നും കേട്ട് ആരും പേടിക്കരുത്. അതായത് ഞാൻ ജോയോട് പറയുമായിരുന്നു, അതായത് ഇത്രയും ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ വേറൊരാൾ ചെയ്യുന്നതിൽ ഒരു ഇൻട്രസ്റ്റും എനിക്കൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നത്തില്ല. ഓരോ വ്യക്തിക്കും ഞാൻ വിശ്വസിക്കുന്നത് അവരുടേതായിട്ടുള്ളൊരു വെറൈറ്റി ലൈഫിലുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്ന ഇൻറ്ററാക്ഷൻസ് എന്ന് പറഞ്ഞാൽ, ഞാനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തൊരു മേഖലയിലുള്ള ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. ലൈക്ക് അസ് ബിക്കോസ് അവരുടെ ഇഷ്ടങ്ങൾ എന്താണ്, അവർക്ക് എന്തിലാണ് ഏറ്റവും ഹാപ്പിനെസ് കിട്ടുന്നത്, അറിയാനൊരു ഭയങ്കര. അപ്പം എനിക്കൊന്നു നമ്മുടെ വേൾഡ്, നമ്മുടെ ലൈഫിനെ ഏറ്റവും മനോഹരമാക്കുന്നത് ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസും ഇങ്ങനെയുള്ള വെറൈറ്റീസുമാണ്. ഒരുപക്ഷെ ഈ ലോകത്തിൽ എല്ലാവർക്കും ഒരേ താല്പര്യങ്ങളും എല്ലാവരും ഒരേപോലെ പഠിക്കുകയും ഒരേ താല്പര്യങ്ങളും ഒരേ ഇൻട്രസ്റ്റും ആയിരുന്നെങ്കിൽ ഭയങ്കര ബോറായി പോയേ ലൈഫ്. അപ്പം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവരെല്ലാവരും, കുട്ടികളാണെങ്കിലും പേരൻസ് ആണെങ്കിലും എന്താണെങ്കിലും, നിങ്ങളുടെ ഹൃദയം എവിടെയാണോ, നിങ്ങളുടെ താല്പര്യങ്ങൾ എവിടെയാണോ അവിടെ ആയിരിക്കുക, ഏറ്റവും സന്തോഷമായിരിക്കുക. ഞാനും പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഹാപ്പിനെസ്സിന് തന്നെയാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എനിക്കത് ഹാപ്പിനെസ് തരുന്നത് കൊണ്ട് മാത്രമാണ്. അല്ലാതെ വേറൊരാൾ പറഞ്ഞതിൻ്റെ ബേസിസിലോ അല്ലെങ്കിൽ നിർബന്ധത്തിൻ്റെ ബേസിസിലോ ഒന്നും ഞാൻ ഒരിടത്തും പോയിട്ടില്ല. ഞാൻ ഇപ്പോൾ എടുക്കുന്ന ഡിസിഷൻസ് പോലും ഇതെനിക്ക് കൂടുതൽ സന്തോഷമുള്ളൊരു മേഖല അവിടെ ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് കൊണ്ടാണ് ഞാൻ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഡിസിഷൻസ്, നിങ്ങൾക്ക് എന്താണ് താല്പര്യം എന്നുള്ള ഒരു തിരിച്ചറിവ്, ഡിസിഷൻ മേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം, ആ ഒരു പവർ. പിന്നെ ലൈഫ്, നമുക്ക് ഒരു ലൈഫല്ലേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് എന്തൊക്കെയാണോ ചെയ്യാൻ ആഗ്രഹം അതൊക്കെ ചെയ്യുക. അത് നമ്മൾ പോസ്റ്റ്പോൺ ചെയ്ത് ഡിലേ ചെയ്ത് നമുക്ക് 2 വർഷം കഴിഞ്ഞുള്ള പ്ലാൻ എന്താണെന്ന് ചോദിച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ്. അതിലൊരു ലോജിക്കും ഇല്ല. കാരണം നാളത്തെ ഒരു ദിവസം തന്നെ നമ്മൾ ജീവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇന്ന് ഈ മൊമെൻറ്റ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ, അടുത്ത നിമിഷം എന്തെന്ന് നമുക്കറിയില്ല. അപ്പം ആയിരിക്കുന്ന സമയത്ത് അതിൻ്റെ 100% കൊടുക്കുക, ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക, ഉള്ള താല്പര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ എനിക്ക് തോന്നുന്നു നമ്മൾ പോകുന്നിടത്തെല്ലാം ഒരു ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന ഒരാൾ, നല്ല ചിരിക്കുന്ന ഒരാളെ കണ്ടാൽ തന്നെ നമ്മുടെ എന്താ പറയുക, ഒരു ദിവസം തന്നെ ഹാപ്പി ആവത്തില്ല. അപ്പോൾ അതുപോലെ ആ ചിരിക്കുന്ന ആളായിട്ട് ഞാൻ ആയിരിക്കുന്ന സ്ഥലത്തൊരു ഹാപ്പി മെമ്മറി ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അത് തന്നെ എല്ലാവരും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, ലൈഫിൻ്റെ സിൽവർ ജൂബിലി ആഘോഷത്തിൽ അല്ലേ ഇത്രയും കാര്യങ്ങൾ, ഇന്ത്യൻ ഇൻഫർമേഷൻ ഓഫീസർ ട്രെയിനി എന്നുള്ള പദവിയിലേക്ക് എത്തുന്നു. അതുപോലെ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കുന്നു, പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനർ ആവുക എന്നുള്ള ഒരു രീതിയിലേക്കുള്ള ആ ഒരു ട്രെയിനിങ് പ്രോസസ്സിലൂടെ കടന്നു പോകുന്നു. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് താങ്ക് യു സോ മച്ച് ദിവ്യ. കാരണം ഓക്കെ, നമ്മൾ പലപ്പോഴും പറയാറുള്ളത് സമയമില്ല അതുകൊണ്ടാണ് എന്നുള്ള കാര്യം നമ്മൾ പലപ്പോഴും നമ്മൾ എടുക്കാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ 24 മണിക്കൂർ ഈസ് പോസിബിൾ. അത് നമുക്ക് ഓക്കെ ആണ്, ഇന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓക്കെ ആണ് എന്നുള്ളത് പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി. കാരണം ഇപ്പം ഞാനാണെങ്കിലും ടൈമില്ല എന്നുള്ളത് നമ്മളൊരു പരാതിയായിട്ട് ഞാൻ എന്നെ തന്നെ ആശ്വസിപ്പിക്കണം. സോ നിനക്ക് അത്രയും സമയം കിട്ടുള്ളൂ, അതുകൊണ്ടല്ല നീ പൊളിച്ചേനെ. പക്ഷേ അതല്ല, നമുക്ക് ഇത്രയും ടൈമിൽ നമ്മൾ ചില കാര്യങ്ങൾ മനഃപൂർവ്വമായിട്ട് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ അത് നമ്മുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിനും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിനും ഒക്കെ നല്ലതാണ് എന്നുള്ളൊരു കാര്യം ഓർമ്മിപ്പിച്ചതിന്, അതൊന്നും കൂടെ നമുക്കൊരു ഇൻസ്പിറേഷനായി മാറിയതിന് താങ്ക് യു സോ മച്ച് വൺസ് അഗെയിൻ. ആൻഡ് നമുക്ക് ഈ ഒരു വലിയൊരു ഇൻസ്പിറേഷൻ ആക്കിയതിന് ആ സംസാരങ്ങൾ ഓരോന്നായിക്കോട്ടെ. ആൻഡ് അതോടൊപ്പം തന്നെ എടുത്തു പറയുകയാണ്, ദിവ്യയുടെ ഡിഫീറ്റ് ഡിസ്കവറീസ് ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വായിക്കാനായിട്ടും കിട്ടുന്നതാണ്.
എന്നുള്ളൊരു കാര്യം കൂടെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇമ്മിണി വെള്ളരാളിൽ നമ്മുടെ കൂടെ ഇത്രയും നേരം ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഇൻഫർമേഷൻ സർവീസ് ഓഫീസർ ട്രെയിനി ദിവ്യ ആൻഡ് മാത്യു IAS. യെസ്. ദിവ്യ, once again thank you so much. Thank you, Jo. Thank you. 89.6 FM Sargakshetra.